ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന യൂണിറ്റ് ആണ് ഇൻഡിസസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ്. മുന്നേ കേട്ടിട്ടും കണ്ടിട്ടും പരിചയമുള്ള ഇക്വേഷൻസും ടോപ്പിക്കുകളും മാത്രമേ ഈ ചാപ്റ്ററിൽ വരുന്നുള്ളൂ. ഓക്കെ അല്ലേ? ഇതിൽ ഫസ്റ്റ് പഠിക്കാനുള്ള ഇൻഡിസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എ റേസ് ടു എൻ ഇൻറ്റു എ റേസ് ടു എം ആണെന്നുണ്ടെങ്കിൽ എ റേസ് ടു എൻ പ്ലസ് എം എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? ഇതാണ് ഫസ്റ്റ് പഠിക്കാനുള്ള കൺസെപ്റ്റ്. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എ റേസ് ടു എൻ പ്ലസ് എം എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ 4^2 ഇൻറ്റു 4^16 ആണെന്നുണ്ടെങ്കിൽ ഇതിനെ രണ്ട് സെപ്പറേറ്റ് കണ്ടുപിടിച്ച് മൾട്ടിപ്പിൾ ചെയ്യുന്നതിന് പകരം 4^18 കണ്ടാൽ മതി. ഓക്കെ അല്ലേ? 4^16 പ്ലസ് 2 കണ്ടാൽ മതി. 16 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 4^18. ഓക്കെ അല്ലേ? ഈ ഡയറക്റ്റ് 4^18 ഈക്വൽ ആയിട്ട് 4^2 ഇൻറ്റു 4^16 എന്ന് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് പഠിക്കാനുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിക്കാനുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത രണ്ടാമത് പഠിക്കാനുള്ളത് എ റേസ് ടു എൻ ഡിവൈഡ് ബൈ എ റേസ് ടു എം ആണ്. ഡിവൈഡഡ് ബൈ ആണെന്നുണ്ടെങ്കിൽ എ റേസ് ടു എൻ മൈനസ് എമ്മിന് ഈക്വൽ ആണ്. ഫോർ എക്സാമ്പിൾ 5^10 ഡിവൈഡഡ് ബൈ 5^7 ആണെന്നുണ്ടെങ്കിൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? സെപ്പറേറ്റ് കണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം അത് 5^10 - 7 ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് 5^3 ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ടോപ്പിക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ടോപ്പിക് അല്ല കൺസെപ്റ്റ് എന്ന് പറയുന്നത് എ റേസ് ടു എൻ ഇൻറ്റു എ റേസ് ടു എം. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ചാപ്റ്റർ ആണ് ഇൻഡിസസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ഒരുപാട് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള കുറെ കൺസെപ്റ്റുകൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് പവർ എന്താന്നുള്ളത് അറിയാം. അപ്പം 2^2 അല്ലെങ്കിൽ 2^3, 2^4, 2^5 എന്താണ് അതിന് പവർ വരുമ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഓക്കെയാണ്. അതൊക്കെ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അടുത്ത ലെവൽ, കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ലെവൽ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഈ ഇൻഡിസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വരുന്നത്. ഓക്കെ അല്ലേ? ഈ ഇൻഡിസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിക്കാനുള്ളത് എ റേസ് ടു എൻ ഇൻറ്റു എ റേസ് ടു എം ആണെന്നുണ്ടെങ്കിൽ നമുക്കതിന് എ റേസ് ടു എൻ പ്ലസ് എം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4^5 ഇൻറ്റു 4^16 ആണെന്നുണ്ടെങ്കിൽ ഇതിന് സെപ്പറേറ്റ് കണ്ടുപിടിച്ച് അതിന് വീണ്ടും 4^5 ആദ്യം കണ്ടുപിടിച്ചതിന് 4^16 കണ്ടുപിടിച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നതിന് പകരം 4^21 ചെയ്താൽ മതി. ദാറ്റ് മീൻസ് 16 പ്ലസ് 5 ചെയ്താൽ മതി. 4^21 ഡയറക്റ്റ് 4^21 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇതിന്റെ വാല്യൂ, ഈ 4^21 വാല്യൂ 4^5 ഇൻറ്റു 4^16 വാല്യൂ സെയിം ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്ത പ്രോപ്പർട്ടി ഇതിൽ പഠിക്കാനുള്ളത് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എ റേസ് ടു എം ആണെന്നുണ്ടെങ്കിൽ എ റേസ് ടു എൻ മൈനസ് എമ്മിന് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5^10 ഡിവൈഡഡ് ബൈ 5^4 ആണെന്നുണ്ടെങ്കിൽ 5^10 - 4 ദാറ്റ് മീൻസ് 5^6 ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇതിന്റെ വാല്യൂം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി അടുത്തത് പഠിക്കാനുള്ളത് ഇതൊക്കെ ഓരോരോ കൺസെപ്റ്റുകളാണ്, ബൈഹാർട്ട് പഠിക്കാനുള്ളതാണ് കേട്ടോ. അതിന്റെ താഴെ കൊടുത്തിട്ടുള്ളത് എക്സാമ്പിൾ ആയിട്ട് എഴുതിയെടുക്കാം. ഇനി അടുത്ത പഠിക്കാനുള്ളത് എ റേസ് ടു എൻ ഓൾ റേസ് ടു എം ആണെന്നുണ്ടെങ്കിൽ എ റേസ് ടു എൻ ഓൾ റേസ് ടു എം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എ റേസ് ടു എൻ ഇൻറ്റു എം എന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ എ റേസ് ടു 4^5 ഓൾ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് 4^5 ഇൻറ്റു 2 4^10 എന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. ഡയറക്റ്റ് 5 ഇൻറ്റു 2 ചെയ്തിട്ട് 4^10 എന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? ഇതാണ് മൂന്നാമത് പഠിക്കാനുള്ള കൺസെപ്റ്റ്. ഇനി അടുത്തത് എ റേസ് ടു
0 ആണെന്നുണ്ടെങ്കിൽ 1 ആയിരിക്കും. ഏതൊരു നമ്പറിന് പവറിൽ 0 വന്നാൽ എന്തായിരിക്കും ആൻസർ വരാം? ഓൾവേസ് 1 ആയിരിക്കും വരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 4⁻0 എന്ന് പറഞ്ഞ ആൻസർ എന്താ വരാം? 1 ആയിരിക്കും വരാം. 2⁻0 എന്ന് പറഞ്ഞാൽ 1 തന്നെ. 2⁻0 എന്ന് പറയുന്നതും 1 തന്നെ. അതേപോലെ തന്നെ 1/2⁻0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ വരാം? 1 തന്നെയാണ് വരാം. ഇനി 10⁻0 എന്ന് പറഞ്ഞാൽ 1. ഏത് നമ്പറിന്റെ പവറിൽ 0 വന്നാൽ എന്താ വരാം? 1 ആണ് ആൻസർ വരാം. ഇപ്പോൾ സപ്പോസ് √2⁻0 ആൻസർ 1. ഏതൊരു നമ്പറിന് പവറിൽ 0 വന്നാൽ 1 ആണ് വരാം. ഓക്കെ അല്ലേ? ഇതാണ് അടുത്ത കൺസെപ്റ്റ് പഠിക്കാനുള്ളത്. ഓക്കെ, a⁻m × a⁻n എന്ന് പറഞ്ഞാൽ a⁻m + n ആണ്. a⁻m ഡിവൈഡഡ് ബൈ ഇത് ഡിവൈഡഡ് ബൈ ആണ് കേട്ടോ. ഡിവൈഡഡ് ബൈ a⁻m ആണെന്നുണ്ടെങ്കിൽ a⁻m മൈനസ് a⁻n ഇത് ഡിവൈഡ് ആണ്. ഡിവൈഡ് ആണെന്നുണ്ടെങ്കിൽ മൈനസ് ആയിട്ട് മാറും. ഇനി a⁻m × a⁻n ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇൻറ്റു ചെയ്തിട്ട് എഴുതാൻ വേണ്ടി പറ്റും. a⁻0 ആണെന്നുണ്ടെങ്കിൽ 1 ആണ്. ഇനി അടുത്ത പഠിക്കാനുള്ളത് നെഗറ്റീവ് വരുന്നതാണ് കേട്ടോ. അടുത്ത പഠിക്കാനുള്ളത് നെഗറ്റീവ് വരുന്നത്. a⁻n ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എങ്ങനെ എഴുതാൻ പറ്റും? 1/a⁻n⁻ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഒന്നും കൂടി വേറൊരു ഫോർമാറ്റിൽ എഴുതി തരാം. ഇപ്പം 2⁻1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 1/2 ഈക്വൽ ആണെന്നാണ് അർത്ഥം. ഇപ്പൊ 2⁻4 ആണെന്നുണ്ടെങ്കിൽ 1/2⁴ ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് a⁻n ആണെന്നുണ്ടെങ്കിൽ അത് എന്തിന് ഈക്വൽ ആണ്? 1/a⁻n ഈക്വൽ ആണ്. ഏതെങ്കിലും പവറിൽ വരുന്ന ഏതെങ്കിലും നമ്പറിന് നെഗറ്റീവ് വരാണെന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ നേരെ ഇൻവേഴ്സ് എടുത്താൽ മതി എന്ന് സാരം. ഓക്കെ അല്ലേ? ഏതെങ്കിലും നമ്പറിന്റെ പവറിൽ നെഗറ്റീവ് വരാണെന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നേരെ ഡിനോമിനേറ്ററിലേക്ക് എടുത്താൽ മതി. ഓക്കെ അല്ലെ? നേരെ എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്ററിലേക്ക് എടുത്താൽ മതി. ഇതാണ് അടുത്ത പഠിക്കാനുള്ള കൺസെപ്റ്റ്. ഇതാണ് ഇവര് ഇവിടെ പറയുന്ന ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. a⁻m = 1/a⁻m ആണ്. ഓക്കെ, ഇനി അടുത്ത വരുന്നത് mth root of a = a⁻1/m ആണ്. mth root of അടുത്ത വരുന്ന കൺസെപ്റ്റ് mth root of a എന്ന് പറയുന്നത്. mth root of a എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? a⁻1/m ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് 4th root of 97 എന്ന് പറയുന്നത് 97/1/4 ഈക്വൽ ആണ്. ഇപ്പോൾ √64 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 64/1/2 ഈക്വൽ ആണ്. നമ്മൾ സ്ക്വയർ റൂട്ട് ആണെങ്കിൽ നമ്മൾ റൂട്ടിന് ഇവിടെ 2 എന്ന് എഴുതൂല അല്ലെ? സ്ക്വയർ റൂട്ടിനാണ് നമ്മൾ ഡയറക്റ്റ് റൂട്ട് എന്ന് കൊടുക്കുക. അപ്പൊ ആ സമയത്ത് എന്താവും? അത് 64/1/2 എന്ന് ആവും. ഓക്കെ, ഇനിയിപ്പോ സപ്പോസ് ക്യൂബ് റൂട്ട് ഓഫ് 8 ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 8⁻3 1/3 8⁻1/3 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഇത്രയും കൺസെപ്റ്റുകൾ മാത്രമേ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. ഓക്കെ അല്ലേ? ഒന്നും കൂടി റിവൈസ് ചെയ്യാം. a⁻n × a⁻m ആണെന്നുണ്ടെങ്കിൽ a⁻n + m ആണ്. a⁻n ഡിവൈഡഡ് ബൈ a⁻m ആണെന്നുണ്ടെങ്കിൽ a⁻n - m ആണ്. ഇനി അടുത്ത് പറയാനുള്ളത് a⁻0 ആണെന്നുണ്ടെങ്കിൽ 1 ആയിരിക്കും വരാം. ഇനി a⁻n ആണെന്നുണ്ടെങ്കിൽ മൈനസ് മാറ്റണം എന്നുണ്ടെങ്കിൽ 1/a⁻n ആയിരിക്കും. nth root of a ആണെന്നുണ്ടെങ്കിൽ a⁻1/n ആയിരിക്കും. ഇത്രയും കൺസെപ്റ്റ് ആണ് ഈ ചാപ്റ്ററിൽ ആകെ പഠിക്കാനുള്ളത്. ഓക്കെ അല്ലെ? മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഈ 5 കൺസെപ്റ്റുകളാണ്. ഓക്കെ അല്ലെ? ഈ 5 കൺസെപ്റ്റുകൾ വെച്ചിട്ടാണ് ഇനി നമ്മൾ എക്സസൈസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ 5 കൺസെപ്റ്റ് ഇപ്പൊ തന്നെ ബൈ ഹാർട്ട് പഠിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ അല്ലെ? ഇനി നമ്മൾ അടുത്ത പോകാൻ വേണ്ടി പോകുന്ന എക്സസൈസ് 1C ആണ്. എക്സസൈസ് 1C എന്ന് പറയുന്നത് 4 × x⁻1 - 1/4 is expressed as. ഇതെങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാന്നാണ് ചോദിക്കുന്നത്. ഇത് എന്തിന് ഈക്വൽ ആയി തന്നിട്ടുള്ള ഓപ്ഷനിലുള്ള തന്നിട്ടുള്ളതിൽ എന്തിന് ഈക്വൽ ആണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ അല്ലെ?
4x⁻⁻⁴ അല്ലെ. ഈ മൈനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? മൈനസ് പോക്കണമെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിലേക്ക് പോവാം. 4/x⁻⁴ എന്ന് കൊടുക്കാൻ വേണ്ടി പറ്റൂലേ. 4/x1/4 എന്ന് കൊടുക്കാം. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി അല്ലാതെ. മൈനസ് പോക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്ററിലേക്ക് പോയാൽ മതി. അപ്പൊ അത് എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും? 4/x⁻⁴ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് 8⁻⁻³ ഈസ്. 1/3ന്റെ അല്ലെങ്കിൽ ഇങ്ങനെ പവറിൽ ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നമ്മുടെ കാൽക്കുലേറ്ററിൽ ഇല്ലല്ലോ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടീസിൽ ഏതെങ്കിലും ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. നമ്മളിവിടെ റേസ്റ്റ് വരുന്ന ഏത് പ്രോപ്പർട്ടിയാണ് പഠിച്ചിട്ടുള്ളത്? ലാസ്റ്റ് പ്രോപ്പർട്ടി a⁻1/n ആണെങ്കിൽ nth റൂട്ട് ഓഫ് a എന്ന് പറഞ്ഞിട്ട് എഴുതിക്കൂടെ. അപ്പോൾ 1/3 ആണ് കൊടുത്തിട്ടുള്ളത്. 8⁻1/3. അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ക്യൂബ് റൂട്ട് ഓഫ് 8 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. 8ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് 2. 2ന്റെ ക്യൂബ് റൂട്ട് 2 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുന്നത്? 8 എന്നല്ല കിട്ടുന്നത്. 2ന്റെ ക്യൂബ് റൂട്ട് ആയിരിക്കുമല്ലേ. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി. ക്യൂബ് റൂട്ട് ഓഫ് 8 ആണ് കേട്ടോ. ക്യൂബ് റൂട്ട് ഓഫ് 2 എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. ക്യൂബ് റൂട്ട് ഓഫ് 8 = 2 എന്നാണ് ആൻസർ വരെ. 2 ആണ് ആൻസർ. ഓക്കെ അല്ലേ? ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യന്, ദ വാല്യൂ ഓഫ് 2 × 32⁻1/5 ഈസ്. 32⁻1/5 ഇതിന്റെ വാല്യൂ എന്തായിരിക്കും വരാന്നാണ് ചോദിക്കുന്നത്. ഓക്കെ അല്ലെ? 32⁻1/5 2 × ഈ 1/5 എങ്ങനെ എഴുതാൻ പറ്റും? 5th റൂട്ട് ഓഫ് 32 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഏതോ ഒരു നമ്പറിന്റെ 5th റൂട്ടാണ് 32. 2 5 പ്രാവശ്യം ചെയ്ത് നോക്കാം. 2 × 2 × 2 × 2 × 2 5 പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് 32 എന്നാണ് കിട്ടുക. ദാറ്റ് മീൻസ് 5th റൂട്ട് ഓഫ് 32 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ് വരാം. ഓക്കെ അല്ലെ? 5 പ്രാവശ്യം അടിക്കുമ്പോൾ 32 എന്ന് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് 2⁵ എന്ന് പറഞ്ഞാൽ 32 ആണ്. അപ്പൊ 5th റൂട്ട് ഓഫ് 32 എന്ന് പറഞ്ഞാൽ എന്താ വരാം? 2 ആണ് വരാം. 5th റൂട്ട് ഓഫ് 32 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ് വരാം. അപ്പൊ 2 × 2 എന്ന് പറഞ്ഞാൽ 4 ആണ് ആൻസർ. ഓക്കെ. ഇനി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് 4/32⁻1/5. ദാറ്റ് മീൻസ് 4/5th റൂട്ട് ഓഫ് 32 എന്ന് വരും. 32ന്റെ 5th റൂട്ട് 2 ആണ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലോ. അപ്പൊ 4/2 എന്ന് വരും. 4/2 എന്ന് പറഞ്ഞാൽ 2. ഓപ്ഷൻ ബി. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ദ വാല്യൂ ഓഫ് 8/27⁻1/3. ഓൾ റേസ്റ്റ് 1/3 ആട്ടോ. അപ്പൊ അത് 8നും 27നും ബാധകമാണ്. ക്യൂബ് റൂട്ട് ഓഫ് 8/³ റൂട്ട് ഓഫ് 27. 8ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 2. 27ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 3. 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 27 കിട്ടുന്നത്. ദാറ്റ് മീൻസ് 27ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 3 ആണ് വരാം. 2/3. ഓപ്ഷൻ എ. സിമ്പിൾ അല്ല, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ. പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാൻ ആൻസർ കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യന് 2 × 256⁻1/8 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ടു ഇൻറ്റു 256⁻1/1/8 അല്ലെ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇതിന്റെ വാല്യൂ എന്താണ് വരാന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? മൈനസ് മാറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിൽ കിട്ടി കഴിഞ്ഞാൽ നെഗറ്റീവ് സൈന് മാറി കിട്ടും. അപ്പൊ 2ന് മൈനസ് വരെ 256ന് മാത്രമല്ല. അപ്പൊ /256⁻1/8. ഈ 1/8ന്റെ വാല്യൂ മാറണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അതിനെ റൂട്ടാക്കി മാറ്റാം. 8th റൂട്ട് ഓഫ് 256. ഏതൊരു നമ്പറിന്റെ 8th റൂട്ടാണ് 256 എന്ന് പറഞ്ഞത്. 8 പ്രാവശ്യം 8 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 8 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 256 എന്നാണ് കിട്ടുക. 8 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് കിട്ടുക? 256 എന്നാണ് കിട്ടുക. ദാറ്റ് മീൻസ് 2ന്റെ 8th റൂട്ടാണ് 256 എന്ന് പറഞ്ഞത്. ബൈ ഹാർട്ട് പഠിക്കൊന്നും വേണ്ട. അപ്പൊ കാൽക്കുലേറ്ററിൽ 8 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി അല്ലെങ്കിൽ 2ല് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് എന്ത് ചെയ്യാം? ഓപ്ഷൻ 3 എടുത്ത് നോക്കാം. 3 8 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും. 3 കിട്ടുന്നില്ല എന്നെങ്കിൽ 4 എടുത്ത് നോക്കാം. ഓക്കെ അല്ലേ? അപ്പൊ 8th റൂട്ട് ഓഫ് 256 എന്ന് പറഞ്ഞാൽ 2. അപ്പൊ 2/2 എന്ന് പറഞ്ഞാൽ 1. ഓക്കെ അല്ലെ? ഏതൊരു നമ്പറും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം നമ്പർ വന്നാൽ ആൻസർ 1. ഓപ്ഷൻ എ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് 2⁻1/2 × 4⁻3/4 ഈസ് ഈക്വൽ ടു. 2⁻1/2 × 4⁻3/4 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലെ? 2⁻1/2 എന്ന് പറഞ്ഞാൽ √2 അല്ലെ? 4th റൂട്ട് ഓഫ് 4
ക്യൂബ് എന്ന് വരും അല്ലെ. ഇത് സ്ക്വയറിന് പകരമാണ് ഇവിടെ 3 പവർ ആണല്ലോ 3 എന്ന് പറഞ്ഞത്. അപ്പോൾ 4ന്റെ പവർ ആയിട്ട് 3 തന്നെ വരും. ഡിനോമിനേറ്ററിലെ 4 മാത്രമേ നമ്മൾ ഇങ്ങോട്ട് എടുക്കുള്ളൂ. ആ 3 അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ അല്ലേ. 4ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 64. √2 ഇൻറ്റു 64 4th റൂട്ട് ഓഫ് 64 എന്ന് വരും. ഓക്കെ അല്ല. ഇനി 4th റൂട്ട് 8th റൂട്ട് 16th റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സ്ക്വയർ റൂട്ട് കാണാൻ നമുക്കറിയാം. ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ റൂട്ട് എന്നുള്ള ബട്ടൺ, ആ ബട്ടൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് കിട്ടും. 2 പ്രാവശ്യം റൂട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 4th റൂട്ട് കിട്ടും. 3 പ്രാവശ്യം റൂട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 8th റൂട്ട് കിട്ടും. ഓക്കെ അല്ല. നേരത്തെ നമുക്ക് 256 ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ 8th റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താ ചെയ്യുക, 256 എന്ന് കാൽക്കുലേറ്ററിൽ അടിക്കുക. 1 2 3 3 പ്രാവശ്യം അടിക്കാം. ഓക്കെ അല്ലെ. 3 പ്രാവശ്യം, ഒരു വട്ടം റൂട്ട് അടിച്ചാൽ സ്ക്വയർ റൂട്ട് കിട്ടും. 2 പ്രാവശ്യം റൂട്ട് അടിച്ചാൽ 4th റൂട്ട് കിട്ടും. 3 പ്രാവശ്യം റൂട്ട് അടിച്ചാൽ 8th റൂട്ട് കിട്ടും. ഓക്കെ അല്ലെ. നമുക്ക് 2 എന്ന് കിട്ടും. 3 പ്രാവശ്യം റൂട്ട് അടിച്ചാൽ എന്ത് കിട്ടും, 2 എന്ന് കിട്ടും. അപ്പൊ 2ന്റെ 8th റൂട്ടാണ് 256 എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് 4th റൂട്ടാണ്. 4th റൂട്ട് ആണെന്നുണ്ടെങ്കിൽ 64 റൂട്ട് അടിക്കാം, വീണ്ടും റൂട്ട് അടിക്കാം. ഇപ്പൊ 2.8484 എന്ന് വരും. ഇവിടെ നമുക്ക് 2ന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 1.414 എന്ന് വരും. ഇത് തമ്മിൽ ഈ കുത്തിന്റെ അർത്ഥം എന്താ, ഈ ഡോട്ടിന്റെ അർത്ഥം എന്താണ്, ഡെസിമൽ ആണോ അല്ല. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് അർത്ഥം വരുന്നത്. കൊമേഴ്സ് സ്റ്റുഡൻസും അതേ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഈ ഡോട്ടിന്റെ അർത്ഥം എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇൻറ്റു 2.8484 4.028 ഇതാണ് വാല്യൂ വരുന്നത്. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്, ഓപ്ഷനിൽ എന്തൊക്കെ തന്നിട്ടുള്ളത്, എ ഫ്രാക്ഷന്, പോസിറ്റീവ് ഇൻറ്റീജർ, നെഗറ്റീവ് ഇൻറ്റീജർ, നൺ ഓഫ് ദിസ്. ഇൻറ്റീജർ എന്ന് പറയുന്നത് എന്താണ്, 1 2 3. പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് പോകും. നെഗറ്റീവ് ഇൻറ്റീജർ ആണ് -1 -2 -3 എന്ന് പറഞ്ഞിട്ട് പോകും അല്ലെ. ഡെസിമൽസ് ഒന്നും ഇൻറ്റീജേഴ്സിൽ വരുന്നില്ലോ. ഇല്ല, ഫ്രാക്ഷനിലല്ല ഡെസിമൽ വരാം. നമുക്ക് 4.012 സംതിങ് അല്ല കിട്ടിയിട്ടുള്ളത്, അത് ഫ്രാക്ഷൻ അല്ലേ. അപ്പൊ അതെന്താണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ, 81x⁴ ഡിവൈഡഡ് ബൈ y⁻⁻8 all raised to 1/4 has simplified value equal to എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 81x⁴ ഡിവൈഡഡ് ബൈ y⁻⁻8 all raised to 1/4. ഇങ്ങനെ തന്നെയല്ലേ ക്വസ്റ്റ്യന്. 81x⁴ ഡിവൈഡഡ് ബൈ y⁻⁻8 81x⁴ ഡിവൈഡഡ് ബൈ y⁻⁻8 all raised to 1/4. ഓക്കെ അല്ലെ. അപ്പൊ ഈ 1/4 എന്ന് പറയുന്നത് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ബാധകമാണ് അല്ല. അപ്പൊ ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ് കേട്ടോ. അപ്പം 4th റൂട്ട് ഓഫ് 84 ഇൻറ്റു x⁴ ഞാൻ സെപ്പറേറ്റ് ഓപ്പൺ ചെയ്യാൻ കേട്ടോ. അപ്പൊ 81 × 1/4 ഇൻറ്റു x⁴ ഓൾറെഡി ഉണ്ട്, ഡിവൈഡ് ബൈ 4 കൂടി വരും, ഡിവൈഡ് ബൈ y⁻⁻8 ഡിവൈഡ് ബൈ 4 എന്ന് തോന്നും. ഓക്കെ അല്ലെ. ഇൻറ്റു 1/4 ആയിട്ട് ചെയ്തത്. ഇതിന്റെ പവറിനോടൊക്കെ ഇൻറ്റു 1/4 എന്ന് ചെയ്തപ്പോൾ വന്നതാണ് കേട്ടോ. ഇതിനോട് ഇൻറ്റു 1/4 ചെയ്തപ്പോൾ 1/4. 4 × 1/4 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും, 4/4 എന്ന് വരും. ഓക്കെ അല്ലെ. ഡിനോമിനേറ്ററിൽ 8 -8 × 1/4 എന്ന് പറയുമ്പോൾ -8/4 എന്ന് വരും. ഓക്കെ അല്ലെ. ദാറ്റ് മീൻസ് 81ന്റെ 4th റൂട്ട് ഓഫ് 81 എന്നാണ് അർത്ഥം അല്ലെ. 4th റൂട്ട് ഓഫ് 81 ഇൻറ്റു x⁻⁻1 എന്ന് പറഞ്ഞാൽ x തന്നെ, ഡിവൈഡ് ബൈ 8/4 എന്ന് പറഞ്ഞാൽ y⁻⁻2 എന്ന് വരും. ഓക്കെ അല്ലെ. 81ന്റെ 4th റൂട്ട് കാണാൻ വേണ്ടി 81 2 പ്രാവശ്യം റൂട്ട് അടിക്കുക. 4th റൂട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം റൂട്ട് അടിക്കുക. അപ്പൊ 3 എന്ന് വരും. 3 ഇൻറ്റു x⁻⁻, ഈ മൈനസ് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിന്റെ എന്ത് ചെയ്യുക, നേരെ ഇൻവേഴ്സ് ആക്കുക. അല്ലെ, ഇത് ഓൾറെഡി ഡിനോമിനേറ്ററിലാണ് ഉള്ളത്. y⁻⁻2 ഓൾറെഡി ഡിനോമിനേറ്ററിലാണല്ലോ. എനിക്ക് നെഗറ്റീവ് മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നാൽ മതി. y⁻2 എഴുതിയാൽ മതി. ഓക്കെ അല്ല. അതിന്റെ നേരെ ഇൻവേഴ്സ് ആക്കുക എന്നാണ് അർത്ഥം. 1/a⁻n ആണെന്നുണ്ടെങ്കിൽ അതിന് നേരെ ഇൻവേഴ്സ് ആക്കിയാൽ എന്ത് ചെയ്യും, ന്യൂമറേറ്ററിലേക്ക് വരും. ഓക്കെ അല്ലേ. അതിന്റെ നേരെ ഇൻവേഴ്സ് ഒക്കെ ഡിനോമിനേറ്ററിൽ ആയതുകൊണ്ട് അത് ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് മാറും. ഇപ്പൊ ന്യൂമറേറ്ററിലാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാം, ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോകും. അപ്പൊ എനിക്ക് നെഗറ്റീവ് മാറ്റാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ അല്ലെ. ഇത് ഇങ്ങോട്ട് നെഗറ്റീവ് മാറ്റണമെങ്കിൽ ഇങ്ങോട്ടുണ്ട്. ഇവിടാണ് നെഗറ്റീവ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാം. ഓക്കെ അല്ലെ. അപ്പൊ നമുക്ക് കിട്ടിയുള്ളത് 3xy² ആണ് കേട്ടോ.
3xy². 3xy² എന്നുള്ളത് ഓപ്ഷനിൽ ഇല്ലല്ലോ. അപ്പൊ എന്താ ആൻസർ വരാം? നൺ ഓഫ് ദിസ് ആണ് ആൻസർ വരാം. 81ന്റെ 4th റൂട്ട് എന്ന് പറഞ്ഞാല് 3n ആണോ? ഓക്കെ, 3n ആണ്. 3xy² എന്നാണ് ആൻസർ വരാം. 3xy² എന്നാണ് ആൻസർ വരാം. ഇതില് 9xy² ആണ് കൊടുത്തിട്ടുള്ളത്. അതല്ല, 3xy² എന്നാണ് ആൻസർ വരാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യന്, 9ാമത്തെ ക്വസ്റ്റ്യന്, x⁻a−b ഇൻറ്റു x⁻b−c ഇൻറ്റു x⁻c−a ഈസ് ഇക്വൽ ടു ഈസ്. തന്നിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈക്ലിക് ഫോർമാറ്റിലല്ല ഉള്ളത്. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സൈക്ലിക് ഫോർമാറ്റിലല്ല ഉള്ളത്. ഓക്കെ, എല്ലാം x എന്നാണ്. എ ബി ഉണ്ട്, അടുത്തത് ബി സി. അപ്പൊ അടുത്തത് എന്തായിരിക്കും വരാം? എ ബി വന്നു, ബി സി വന്നു. അടുത്ത് എന്തായിരിക്കും വരാം? എ ബി വന്നു, ബി സി വന്നു. അടുത്ത് സി എ അല്ലേ വരാം? അല്ലേ? സൈക്ലിക് അല്ലേ? സി എ എന്ന് വന്നില്ലേ? കണ്ടോ, സി എ. എ ബി വന്നു, ബി സി വന്നു, അടുത്ത് സി എ ആയിരിക്കും വരാം. അപ്പൊ മൂന്നാമത്തെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ അതെന്താണ്? സൈക്ലിക് ഫോർമാറ്റിലാണല്ലോ. നേരത്തെ പ്രൊപ്പോർഷൻ എന്ന ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് മൊത്തത്തിൽ ഞാനൊരു ഷോർട്ട് കട്ട് കീ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ സൈക്ലിക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു മാത്സിലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. തന്നിട്ടുള്ളത് സൈക്ലിക് ആണെന്നുള്ളത് കൺഫേം ആണ്. ചോദിച്ചിട്ടുള്ളത് പ്രൊഡക്റ്റ് അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ചോദിച്ചിട്ടുള്ളത്? പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആൻസർ വരാം ഓപ്ഷൻ ബി 1A ആണ് വരാം. ഓപ്ഷൻ ബി 1 ആണ് വരാം. ഓക്കെ, ഓപ്ഷൻ ബി 1 ആണ് വരാം. ഓക്കെ, സൈക്ലിക് ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 1 സൈക്ലിക് ആണ് ചോദിച്ചിട്ടുള്ളത്. സം ആണെന്നുണ്ടെങ്കിൽ 0 ആയിരിക്കും വരുന്നുണ്ടാവും. സം ആണെങ്കിൽ 0, പ്രൊഡക്റ്റ് ആണ് 1. ക്വസ്റ്റ്യൻ എന്തായിരിക്കണം? സൈക്ലിക് ആയിരിക്കണം. നമ്മളോട് ഇവിടെ പ്രൊഡക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചോദിച്ചത്. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ആൻസർ 1 ആണ് വരാം. ഓക്കെ അല്ലേ? ഞാനൊക്കെ നമുക്കൊന്ന് ആൻസർ കീ എടുത്ത് നോക്കാം. 9 കേട്ടോ. എക്സസൈസ് 1C 9. ഓക്കെ, ഇനി അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വാല്യൂ ഓഫ് 2p² q⁻³ divided by 3xy⁻0 where p, q, x, y, not equal to 0 is equal to. ഒരു ഇത്രയൊക്കെ ചോദിച്ചിട്ട് അതിന്റെ ഫൈനൽ ആൻസർ എന്തായിരിക്കും വരാം? ഇതിന്റെ പവറിൽ എന്താ വന്നിട്ടുള്ളത്? 0. ഇതിന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞ ഏത് നമ്പറിന്റെ പവറിൽ 0 വന്നാൽ ആൻസർ എന്തായിരിക്കും വരാം? 1 ആയിരിക്കും. അതിന്റെ ഉള്ളിൽ വന്നിട്ടുള്ള എ എന്ന് പറഞ്ഞാൽ ഏത് വാല്യൂ ആയിക്കോട്ടെ, √2 ആയിക്കോട്ടെ, 3 ആയിക്കോട്ടെ, 1.5 ആയിക്കോട്ടെ, 1/2 ആയിക്കോട്ടെ, 0.1234 ആയിക്കോട്ടെ, ഏത് നമ്പർ ആണെങ്കിലും പവറിൽ 0 ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും വരാം? 1. ഇവിടെ പവറിൽ എന്താണ്? 0 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ആൻസർ എന്തായിരിക്കും വരാം? 1. ആൻസർ എന്തായിരിക്കും വരാം? 1. ഓക്കെ അല്ലേ? ഇനി അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യന്, 3⁻³ all⁻² into 4² all⁻³ into 5⁻³ all⁻² divided by ഇതിന്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? 3³ square into 4² into 5³ divided by 3² into 4³ into 5² ഇതാണ് ക്വസ്റ്റ്യൻ. തന്നിട്ടുള്ള ഞാനൊന്ന് ക്വസ്റ്റ്യൻ ഒന്നും കൂടി എടുത്ത് എഴുതിയതാണ് കേട്ടോ. a⁻n into all⁻m ആണെങ്കിൽ a⁻n into m എന്നിട്ട് എഴുതി കൂടെ. അപ്പൊ ഞാൻ ഈ ബ്രാക്കറ്റുകളൊക്കെ ഓപ്പൺ ചെയ്യാം കേട്ടോ. 3 into 2 എന്ന് പറഞ്ഞാൽ 6, 3⁻6 into 4⁻6 into 5⁻6 എന്ന് ന്യൂമറേറ്ററിൽ വരും. ഡിനോമിനേറ്ററിലോ 3⁻6 into 4⁻6 into 5⁻6 എന്ന് വരും. ഓക്കെ അല്ലേ? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം വാല്യൂ എന്നല്ല വന്നിട്ടുള്ളത്. സെയിം അല്ലേ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം എന്നല്ലേ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണെങ്കിൽ ആൻസർ 1. 2/2 1, 5/5 1, 11.5 divided by 11.5 1 അല്ല. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണെങ്കിൽ 1. നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പൊ വലിയ നമ്പർ വരും, ന്യൂമറേറ്ററിലും വലിയൊരു നമ്പർ വരും. അപ്പോൾ ആൻസർ എന്തെന്നെ വരാം? 1 എന്നാണ് വരാം. ഓക്കെ അല്ലേ? ആൻസർ 1, ഓപ്ഷൻ ഡി 1. ഓക്കെ അല്ലേ? ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ട്രൂ. ഇതിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിക്കുന്നത്. ഏതൊരു നമ്പറിന്റെ പവറിൽ 0 വരാണെങ്കിൽ ആൻസർ 1 അല്ലേ? a⁻0 = 1 അല്ലേ? അപ്പൊ 1 > 1 ട്രൂ ആണോ? അല്ല.
ഇനി അടുത്ത് 2 raised to 0 1 ലെസ് ദാൻ 1 ട്രൂ ആണോ? അല്ല. 1 ഈക്വൽ ടു 1 ട്രൂ അല്ലേ? ദാറ്റ് മീൻസ് സി. സി അല്ല ശരി, 1 ഈക്വൽ ടു 1 ആണല്ലോ. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ. ഇനി അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് റേസ് ടു 1 ബൈ പി ഈസ് ഇക്വൽ ടു വൈ റേസ് ടു 1 ബൈ ക്യൂ ഈസ് ഇക്വൽ ടു സെഡ് റേസ് ടു 1 ബൈ ആർ ആൻഡ് എക്സ് വൈ z ഈസ് ഇക്വൽ ടു 1, then the value of p plus q plus r is എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ സൈക്ലിക് അല്ലേ? കാണുമ്പോൾ തന്നെ ഒരു സൈക്ലിക് ഫോർമാറ്റിലല്ലേ ഉള്ളത്. എക്സ് വൈ സെഡ്, വസ്തുത 1 ബൈ പി 1 ബൈ ക്യൂ. അപ്പൊ അടുത്ത് എന്തായിരിക്കും വരാം? 1 ബൈ ആർ ആയിരിക്കും വരാം. ഫസ്റ്റത്തത് 1 ബൈ പി വന്നു, രണ്ടാമത്തെ 1 ബൈ ക്യൂ വന്നു. അപ്പൊ അടുത്ത് എന്തായിരിക്കും വരും? 1 ബൈ ആർ ആയിരിക്കും. ഫസ്റ്റത്തെ എക്സ് വന്നു, രണ്ടാമത്തെ വൈ വന്നു, പിന്നെ എന്തായിരിക്കും സെഡ് ആയിരിക്കും വരുന്നുണ്ടാവുക. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ സൈക്ലിക്കലാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സമ്മാണ് അല്ലെ? ദ വാല്യൂ ഓഫ് പി പ്ലസ് ക്യൂ പ്ലസ് ആർ സമ്മാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ? സമ്മാണെന്നുണ്ടെങ്കിൽ ആൻസർ 0. ഓപ്ഷൻ ബി 0 ആയിരിക്കും വരാം. പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിയില്ലേ? കൂടുതൽ സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്തിയില്ലേ? ഈ ക്വസ്റ്റ്യൻ നമുക്ക് വേറെ എല്ലാ ക്വസ്റ്റ്യനുള്ള ടൈം നമുക്ക് സേവും ചെയ്തൂടെ? ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സൈക്ലിക്കലാണ് പോകുന്നത്. എ മൈനസ് ബി, ബി മൈനസ് സി, സി മൈനസ് എ, വൈ റേസ് ടു മൈനസ് എ മൈനസ് ബി അല്ലെ? ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യന് സൈക്ലിക്കലാണോ? പകുതി സൈക്ലിക്കാണ്, പകുതി സൈക്ലിക് അല്ല അല്ലെ? ഇതുവരെ സൈക്ലിക് ആണ്, ഇത് സൈക്ലിക് അല്ലല്ലോ. ഇതുവരെ സൈക്ലിക് ആണ്, ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത് സൈക്ലിക്കൽ അല്ല. എ ബി വന്ന്, ബി സി വന്ന്, സി എ വന്ന്, ലാസ്റ്റ് സൈക്ലിക് അല്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് പ്രൊഡക്റ്റ് അല്ല ചോദിച്ചുള്ളത്, ഇൻറ്റു 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 എന്നല്ല ചോദിച്ചുള്ളത്. അപ്പൊ എന്തായിരിക്കും വരാം? +1 ആയിരിക്കും വരാം. സമ്മാണെങ്കിൽ 0, പ്രൊഡക്റ്റ് ആണെങ്കിൽ 1 അല്ലേ? അപ്പൊ ഇത് ഇൻറ്റു 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 അല്ല, അപ്പൊ 1 ഇൻറ്റു വൈ മൈനസ് എ മൈനസ് ബി എന്ന് വരും. ഓക്കെ, ഇത് 1 അല്ലേ? ഇത് പോയില്ലേ? 1 ഇൻറ്റു വൈ മൈനസ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ആ വാല്യൂ തന്നെയല്ലേ കിട്ടാം. ഓക്കെ അല്ലേ? വൈ മൈനസ് എ മൈനസ് ബി അല്ലെ? ഇത് ഓപ്ഷനിലുണ്ടോ? ഇല്ല. ഇനി നമുക്ക് ഓപ്ഷനിലുള്ളതിൽ ഏതിനെങ്കിലും ആയിട്ട് കറക്റ്റ് ആവുമോ നോക്കാം. ഇതിൽ മൈനസ് ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കാനേ. ഈ മൈനസ് ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ എ പ്ലസ് ബി എന്നാവും. മൈനസ് ഞാൻ എടുത്തു, പിന്നെ എയും ബിയും പ്ലസ് ആയി. ഈ മൈനസ് മാറ്റാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാം? ഇതിനെ നേരെ ഫ്രാക്ഷനിലേക്ക് ആക്കിയാൽ മതി. എ റേസ് ടു മൈനസ് n ഈസിക്വൽ ടു 1 ബൈ എ റേസ് ടു n എന്ന് എഴുതിക്കൂടെ? അപ്പൊ വൈ റേസ് ടു മൈനസ് എ ബൈ ബി എന്ന് പറയുന്നത് 1 ബൈ വൈ റേസ് ടു എ പ്ലസ് ബി ആണ്. ഓക്കെ അല്ലേ? 1 ബൈ വൈ പ്ലസ് എ പ്ലസ് ബി എന്നാവും. അതന്നെയല്ല ഓപ്ഷൻ ഡി കൊടുത്തില്ല, 1 ബൈ വൈ റേസ് ടു എ പ്ലസ് ബി എന്ന് വരും. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് 14ാമത്തെ ആൻസർ വരുന്നത്, 1 ബൈ വൈ റേസ് ടു എ പ്ലസ് ബി. നമുക്കിനി ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 15ാമത്തെ ക്വസ്റ്റ്യൻ. ദ ട്രൂ ഓപ്ഷൻ ഈസ്, ഇതിൽ ഏത് ഓപ്ഷൻ ആണ് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്? എക്സ് റേസ് ടു 2 ബൈ 3 ഈസിക്കൽ ടു 3 റേസ് ടു റൂട്ട് എക്സ് സ്ക്വയർ. എക്സ് റേസ് ടു 2 ബൈ 3 എന്ന് പറയുന്നത് ഈ ഡിനോമിനേറ്ററിൽ, ഈ പവറിൽ ഡിനോമിനേറ്റർ വരുന്നത് അത് റൂട്ട് ആക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ ഡിനോമിനേറ്ററിൽ 3 ആണ്. അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ. ഇത് ട്രൂ അല്ല? ഓപ്ഷൻ എ ട്രൂ അല്ലേ? ഓപ്ഷൻ എ ട്രൂ ആണ്. വേണമെങ്കിൽ ബി കൂടി ചെക്ക് ചെയ്യാം. ബിയിൽ വരുന്നത് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 ഈസിക്കൽ ടു റൂട്ട് എക്സ് ക്യൂബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിൽ വരുന്നതല്ലേ നമ്മൾ റൂട്ടാക്കി മാറ്റുക. അപ്പൊ 3 അല്ലേ നമ്മൾ റൂട്ടാക്കി മാറ്റേണ്ടത്. സ്ക്വയർ നമ്മൾ ഇവിടെ വെക്കുകയല്ലേ ചെയ്യേണ്ടത്. അപ്പൊ ഇത് ബി റോങ് അല്ലേ? ഓപ്ഷൻ ബി റോങ് അല്ലേ? ഈ ഡിനോമിനേറ്ററിൽ എ റേസ് ടു 1 ബൈ n ഈസിക്കൽ ടു nth റൂട്ട് ഓഫ് എ എന്നല്ല. അപ്പൊ ഡിനോമിനേറ്ററിൽ വരുന്ന നമ്പർ വേണ്ടേ നമ്മൾ റൂട്ടാക്കാൻ വേണ്ടി. ഇവിടെ ഡിനോമിനേറ്ററിൽ 3 അല്ല വന്നിട്ടുള്ളത്, ഇവർ റൂട്ടാക്കിയിട്ടുള്ളത് സ്ക്വയർ റൂട്ട് ആണ് ആക്കിയിട്ടുള്ളത്. അപ്പൊ ഇതെന്താണ്? ബി റോങ് ആണ്. ഇനി സി പറയുന്നത് എക്സ് റേസ് ടു 2 ബൈ 3 ഗ്രേറ്റർ ദാൻ ക്യൂബ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ. ഗ്രേറ്റർ ദാൻ അല്ലല്ലോ, ഈക്വൽ ടു അല്ല വരാം. ഈക്വൽ ടു ഫംഗ്ഷൻ അല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സിയും റോങ് ആണ്, ഓപ്ഷൻ ഡി റോങ്. ഓപ്ഷൻ ഡി ലെസ് ദാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ല? അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ട്രൂ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ. സിംപ്ലിഫൈ ദ വാല്യൂ ഓഫ് 16 എക്സ് റേസ് ടു മൈനസ് 3 വൈ റേസ് ടു 2 ഇൻറ്റു 8 റേസ് ടു മൈനസ് 1 എക്സ് സ്ക്വയർ വൈ റേസ് ടു മൈനസ് 2.
ഓക്കെ അല്ലേ? എന്താ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്? 16x⁻³ ഇൻറ്റു 8⁻⁻1 x⁻³ അല്ലേ? ഇതാണ് നമ്മളോട് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നെഗറ്റീവ് വരുന്നൊക്കെ എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിലേക്ക് കൊടുക്കുകയാണ്. ബാക്കിയുള്ളതൊക്കെ ന്യൂമറേറ്ററിലും വെക്കാണ്. 16 ന്യൂമറേറ്ററിൽ വെക്കാണ്, y² ന്യൂമറേറ്ററിൽ വെക്കാണ്, x³ ന്യൂമറേറ്ററിൽ കൊടുക്കുകയാണ്. ഈ എക്സിന് നെഗറ്റീവ് ഇല്ല, അപ്പൊ ഞാൻ ഡിനോമിനേറ്ററിലേക്ക് കൊടുത്തു. പിന്നെ 8 നെഗറ്റീവ് ഇല്ലേ, അത് ഞാൻ ഡിനോമിനേറ്ററിൽ 8⁻1 എന്നായിട്ട് മാറും. 8⁻1 എന്ന് പറഞ്ഞാൽ 8 ഈക്വൽ ആണ്. ഇത് y² എന്നായി അല്ലേ? ഈ y² ഈ y² ക്യാൻസൽ ആയി, x³ ഈ x³ ക്യാൻസൽ ആയി. 16/8 എന്നായി. 16/8 എന്ന് പറഞ്ഞാൽ 2. ഓപ്ഷൻ സി 2 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി 17ാമത്തെ ക്വസ്റ്റ്യന് ദ വാല്യൂ ഓഫ് 8 ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കൺസെപ്റ്റുകളൊക്കെ ഈ നെഗറ്റീവ് ഉള്ളത് ഡിനോമിനേറ്ററിലേക്ക് പോകും എന്നുള്ള കൺസെപ്റ്റ് അറിയുന്നുണ്ടെങ്കിൽ മാത്രം, a⁻n എന്ന് പറയുന്നത് 1/a⁻n ആണെന്നുള്ള കൺസെപ്റ്റ് അറിയുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതല്ല വേറെ എല്ലാ മെത്തേഡും യൂസ് ചെയ്തിട്ടും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. a⁻n ഇൻറ്റു a⁻m ആണെങ്കിൽ a⁻n+m എന്നല്ലേ? അപ്പൊ ഇവിടെ എക്സും വരുന്നുണ്ട്. എക്സിന്റെ പവറുകൾ നമ്മൾ ആഡ് ചെയ്താൽ മതി. അപ്പൊ അതെന്താവും? 0 ആയിട്ട് ക്യാൻസൽ ആയിട്ട് പോകും. എങ്ങനെ ചെയ്താൽ ആൻസർ കിട്ടും കേട്ടോ. ഏതെങ്കിലുമൊക്കെ പ്രോപ്പർട്ടി അറിഞ്ഞിരിക്കാം എന്നാണ്. ഈ ഏതെങ്കിലും പ്രോപ്പർട്ടി അറിഞ്ഞാൽ പോലെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ഏതെങ്കിലും പ്രോപ്പർട്ടിയിൽ നിങ്ങൾ എല്ലാ പ്രോപ്പർട്ടിയും ബൈ ഹാർട്ട് പഠിക്കണേ. 17ാമത്തെ ക്വസ്റ്റ്യൻ ദ വാല്യൂ ഓഫ് 8/27⁻⁻1/3 ഇൻറ്റു 32/243⁻⁻1/5 ഈസ്. ഇതിന്റെ വാല്യൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്? എന്താണ് ചോദിച്ചിട്ടുള്ളത്? 8/27⁻⁻1/3 ഇൻറ്റു 32/243⁻1/5. ഇവിടെ മൈനസ് ഉണ്ട് കേട്ടോ, ഇവിടെ മൈനസ് ഉണ്ടോ? ഇവിടെ മൈനസ് ഉണ്ട്. ഇതിന്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇതിന്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് ഓൾ റേസ്റ്റ് അല്ല കൊടുത്തിട്ടുള്ളത്, -1/3 -1/4. അപ്പൊ ഞാൻ സെപ്പറേറ്റ് കൊടുക്കാണ്. 8⁻⁻1/3 ഡിവൈഡ്, ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് കൊടുക്കുന്നത്. 32⁻⁻1/5 ഡിവൈഡ് ബൈ 243⁻1/5. ഓക്കെ, നെഗറ്റീവ് സൈൻ മാറ്റണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? നേരെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരാം. ഇതിന്റെ നെഗറ്റീവ് മാറ്റാൻ വേണ്ടി ഞാൻ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നു. ഇതിന്റെ നെഗറ്റീവ് മാറ്റാൻ വേണ്ടിയിട്ട് അതിനെ നേരെ റെസിപ്രോക്കൽ ആക്കുമ്പോൾ അത് ന്യൂമറേറ്ററിലേക്കും വരും. ഓക്കെ അല്ലേ? 243/1/5 ഡിവൈഡ് ബൈ 32⁻1/5. ഓക്കെ, ഈ 1/3ന്റെ അർത്ഥം എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ് 27 ആണ്. ക്യൂബ് റൂട്ട് ഓഫ് 27 ഡിവൈഡ് ബൈ ക്യൂബ് റൂട്ട് ഓഫ് 8. ഇതൊക്കെ നമ്മളിത് കാണുമ്പോൾ തന്നെ ക്യൂബ് റൂട്ട് ആണെന്നുള്ളത് അവിടെ നിന്ന് ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. ഈ സ്റ്റെപ്പിന്റെ ഒന്നും ആവശ്യമില്ല. 5th റൂട്ട് ഓഫ് 32. ഓക്കെ അല്ലേ? 27ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് ഇൻറ്റു ആണ്. 27ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 3. 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 27 വരുന്നത്. 2 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 8 വരുന്നത്. 8ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 2. ഈ 243ന്റെ 5th റൂട്ട് കിട്ടണം. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണ് ആദ്യം എന്താ ചെയ്യുക? നമ്മൾ 3 എടുക്കുക. 3 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 3 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 243 ചെയ്യാം. നമ്മൾ നേരത്തെ ഈ സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള കേട്ടോ. അപ്പൊ എന്ത് ചെയ്യും? 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 243 എന്നാണ് വരുന്നത്. ദാറ്റ് മീൻസ് 243ന്റെ 5th റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ വരാം? 3 ആണ് വരാം. 2 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് തന്നെ കിട്ടുക? 32 എന്ന് കിട്ടും. അപ്പൊ 32ന്റെ 5th റൂട്ട് എന്ന് പറയുന്നത് 2 ആണ്. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കട്ടോ. 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് 32 കിട്ടുന്നുണ്ടോ? 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 243 കിട്ടുന്നുണ്ടോ നിങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. 3 × 3 എന്ന് പറഞ്ഞാൽ 9. 2 × 2 എന്ന് പറഞ്ഞാൽ 4. 9 ഡിവൈഡ് ബൈ 4 എന്നാണ് ആൻസർ വരാം. ഓപ്ഷൻ എ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 18ാമത്തെ ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് x+y⁻2/3 ഇൻറ്റു x−y⁻2/3 divided by x+y into x−y⁻3 into all raised to 6. ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു പ്രിന്റ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ 2/3 അല്ല, അതിന് പകരം 3/2 ആണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയുള്ള ടെക്സ്റ്റ് ബുക്കിലായി തന്നെ ഈ PDF വന്നിട്ടുള്ള മിസ്റ്റേക്ക് ആണ് കേട്ടോ. എന്താണ്? 3/2 ആട്ടോ അവിടെ വരാം. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ 2/3 ആണെന്നുണ്ടെങ്കിൽ അത് 3/2 ആക്കി കൊടുക്കാം.
പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. 2/3 പകരം 3/2 എന്ന് ആക്കി കൊടുക്കാം. ഓക്കെ അല്ലേ? x plus y raised to 2/3 x minus y raised to 3/4 all divided by root x plus y root x minus y raised to 3 all raised to 6 ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഈ 3 എന്ന് പറയുന്നത് ഈ ഓൾ റേസ് ടു 3 എക്സ് വൈക്ക് മാത്രമുള്ളതാട്ടോ ഈ റേസ് ടു 3 എന്ന് പറയുന്നത്. ഈ റേസ് ടു 6 എന്ന് പറഞ്ഞാൽ ഓൾ റേസ് ടു 6 ആണ്. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഈ 6 എന്ന് പറഞ്ഞാൽ ഈ 4 എണ്ണത്തിനും ബാധകമാണ്. അപ്പൊ അതുകൊണ്ട് ഈ 6 കൊണ്ട് ഞാൻ എല്ലാം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യട്ടെ. 6 എല്ലാത്തിനും കൊടുക്കാണ്. 6 എല്ലാത്തിനും കൊടുക്കുന്ന സമയത്ത് ഇവിടെ കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് വൈ 2 into 6 എന്നാവും. 2 into 6 12. 12 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ റേസ് ടു 4. ഡയറക്റ്റ് ഞാൻ ആൻസർ ചെയ്താണ്. എക്സ് മൈനസ് വൈ 2 ആണ് കേട്ടോ. 6 into 3 എന്ന് പറഞ്ഞാൽ 18. 18 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 9. 6 into 3 18. 18 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 9 ഡിവൈഡഡ് ബൈ ഈ റൂട്ട് എക്സ് പ്ലസ് വൈക്ക് പകരം എന്ത് ചെയ്യാണ് ഞാൻ 1/2 എന്ന് കൊടുക്കാണ്. റൂട്ടിന് പകരം എന്ത് ചെയ്യാണ് 1/2 എന്ന് കൊടുക്കാണ്. ഇവിടെയും അതേപോലെ തന്നെ റൂട്ടിന് പകരം 1/2 സ്ക്വയർ റൂട്ട് അല്ലേ. അപ്പൊ അതിനെന്ത് ചെയ്യാം ഡെസിമലിലേക്ക് മാറ്റുന്ന സമയത്ത് ഡിവൈഡഡ് ബൈ 2 എന്നാവും. റൂട്ട് റേസ് ടു 1/2 എന്നാവും. ഇവിടെ ഓൾറെഡി 3 ഉണ്ട്. അപ്പൊ 3/2 എന്നായി. ഓക്കെ അല്ലേ? ഇവിടെ ഈ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 6 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ റേസ് ടു 3 എന്നാവും. 6 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് 3 നേടി. ഇവിടെ എക്സ് മൈനസ് വൈ ഇവിടെ 3/2 ഓൾറെഡി ഉണ്ട്. ഇൻറ്റു 6 ചെയ്യാണ്. 6 into 3 18. 18 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 9 എന്ന് തന്നെ വരും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് വൈ റേസ് ടു 9 മുകളിലും താഴെയുള്ളത് ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാണ്. ഇവിടത്തേക്ക് വരുമ്പോൾ എക്സ് പ്ലസ് വൈ എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ ആണെങ്കിൽ എ റേസ് ടു എം മൈനസ് എൻ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് വൈ റേസ് ടു 4 ഡിവൈഡഡ് ബൈ എ പ്ലസ് വൈ റേസ് ടു 3 ആണെന്നുണ്ടെങ്കിൽ എ പ്ലസ് വൈ റേസ് ടു 4 മൈനസ് 3 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് വൈ റേസ് ടു 1. 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 അല്ലേ വരാം. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് വൈ എന്ന് ആൻസർ കിട്ടും. എക്സ് പ്ലസ് വൈ എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് സിംപ്ലിഫൈ വാല്യൂ ഓഫ് 125 റേസ് ടു 2 ഡിവൈഡ് ബൈ 3 ഇൻറ്റു റൂട്ട് 25 ഇൻറ്റു ക്യൂബ് റൂട്ട് ഓഫ് 5 ക്യൂബ് ഇൻറ്റു 5 റേസ് ടു 1/2. ഓക്കെ അല്ലേ? ഈ 125ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 5 അല്ലേ? 5 into 5 ദാറ്റ് മീൻസ് 5 ക്യൂബ് അല്ലേ 125 എന്ന് പറയുന്നത്. അപ്പൊ 125ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 5 അല്ലേ വരാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ 5 ഈ ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് എന്ന് വരും. നേരെ എഴുതണോ? ക്യൂബ് റൂട്ട് ഓഫ് 125 റേസ് ടു 2 ഇൻറ്റു റൂട്ട് 25 ഇൻറ്റു ഈ ക്യൂബ് റൂട്ടും ഈ 3യും കൂടി ക്യാൻസൽ ചെയ്ത് അവിടെ 5 എന്ന് വന്നു. ഇൻറ്റു റൂട്ട് 5 1/2 പകരം ഞാൻ റൂട്ട് 5 എന്ന് കൊടുത്തു. ഡിനോമിനേറ്റർ ഉള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാൻ ചെയ്തിട്ടുള്ളൂ. ക്യാൻസൽ ചെയ്യാൻ മീൻസ് ഇവിടെ ഡിവൈഡ് ബൈ 3 ഉണ്ടായിരുന്നു പവറിൽ. ഞാൻ ക്യൂബ് റൂട്ടായി ഇവിടെ ഡിവൈഡ് ബൈ 2 എന്തായി സ്ക്വയർ റൂട്ട് ആക്കി കൊടുത്തു. 125ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 5. ഇവിടെ ഓൾറെഡി ഒരു സ്ക്വയർ ഉണ്ട്. അത് അതേപോലെ തന്നെ എഴുതി. ഇൻറ്റു 25ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 5. ഇവിടുത്തെ 5 അതേപോലെ തന്നെ എഴുതി റൂട്ട് 5. ഇത് ചെയ്യുന്ന സമയത്ത് കാൽക്കുലേറ്റർ അടിക്കുക. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. ആദ്യം 5ന്റെ റൂട്ട് എടുക്കാം കേട്ടോ. 5ന്റെ റൂട്ട് എടുത്തു. ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 25 1397.54 എന്ന് വരാം. അങ്ങനത്തെ ഒരു വാല്യൂ ഓപ്ഷനിൽ കൊടുത്തിട്ടേ ഇല്ലല്ലോ. ദാറ്റ് മീൻസ് നൺ ഓഫ് ദിസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. നൺ ഓഫ് ദിസ്. ഓക്കെ. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 2 റേസ് ടു 1/2 ഇൻറ്റു 4 റേസ് ടു 3/4 ഇൻറ്റു 8 റേസ് ടു 5/6 ഇൻറ്റു 16 റേസ് ടു 7/8 32 റേസ് ടു 9/10 റേസ് ടു 4 ഓൾ റേസ് ടു 3 ഡിവൈഡഡ് ബൈ 25 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2 റേസ് ടു 1/2 2 റേസ് ടു 1/2 ഇൻറ്റു 4 റേസ് ടു 3/4 8 റേസ് ടു 5/4 4 റേസ് ടു 3/4 4 റേസ് ടു 3/4 ഇൻറ്റു 5 റേസ് ടു
8 raised to 5 by 6 into 5 by 6 into 16 raised to 7 by 4 into 7 by 4 into 32 raised to 7 5 by 6 into 16 7 by 8 into 32 raised to 9 by 10 7 by 8 ആട്ടോ 9 by 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 raised to all raised to 4 all raised to 3 by 25 all raised to 4 all raised to 3 by 25 ഓക്കെ അല്ലേ ആൻസർ വെരിഫൈ ചെയ്ത് നോക്കട്ടോ 4 3 raised 3 by 25 ഓക്കെ അല്ലേ ഇതാണ് ക്വസ്റ്റ്യൻ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ 4 8 16 32 ഒക്കെ നമുക്ക് എന്താക്കാൻ പറ്റും 2ന്റെ ടേംസിൽ എഴുതാൻ വേണ്ടി പറ്റും അല്ലെ 2ന്റെ പവറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 2 4 8 16 32 ഒക്കെ അപ്പൊ ഇവിടെ 2 raised to 1 by 2 അതേപോലെ തന്നെ കൊടുത്തു ഇൻറ്റു ഇതിന് 4ന് ഞാൻ 2 സ്ക്വയർ ഏതാണ് 2 സ്ക്വയർ ഇൻറ്റു 3 by 4 എന്ന് വരും ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ് ഇൻറ്റു 5 by 6 എന്ന് വരും ഇൻറ്റു 16 2 raised to 4 എന്ന് ഏതാണ് 16 2 raised to 4 എന്ന് ഏതാണ് 2 raised to 4 ഇൻറ്റു 7 by 8 എന്ന് വരും 32ന് 2 raised to 5 ഇൻറ്റു 9 by 10 എന്ന് വരും all raised to 4ഉം all raised to 3 by 25 അവിടെ ഇരിക്കട്ടെ ഓക്കെ അല്ലേ ഇനി അടുത്തത് ഈ 2നെ എന്തെയാണ് എ raised to n ഇൻറ്റു എ raised to m എന്ന് പറഞ്ഞാൽ എ raised to n പ്ലസ് എം അല്ലേ അപ്പൊ ഈ 2ന്റെ പവറിലുള്ളതൊക്കെ ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടി പോകണം അതിന്റെ മുന്നേ മൾട്ടിപ്ലൈ ആണുള്ളത് മൾട്ടിപ്ലൈ ആണ് 2 ഇൻറ്റു 3 by 4 എന്ന് പറഞ്ഞാൽ 6 by 4 എന്നാവും ഓക്കെ അല്ലെ ഞാൻ 6 by 4 എന്ന് എഴുതട്ടെ 6 by 4 എന്നാവും ഇവിടെ 15 by 6 എന്നാവും 15 by 6 എന്നാവും ഇവിടെ 4 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 32 ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ 4 എന്ന് വരും ഓക്കെ അല്ലേ 4 ഇൻറ്റു 7 ചെയ്താൽ 28 എന്ന് വരും സോറി ബൈ മിസ്റ്റേക്ക് പെട്ടെന്ന് ഇങ്ങനെ മൈൻഡ് ഇങ്ങനെ ട്വിസ്റ്റ് ആവും 28 ഡിവൈഡഡ് ബൈ 8 എന്ന് വരും 5 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ 45 വരും 45 ഡിവൈഡഡ് ബൈ 10 എന്ന് വരും ഓക്കെ അല്ലേ ഇത്രയും ചെയ്ത കാര്യം ഓക്കെ അല്ലേ ഇനി അടുത്തത് ഇതിന്റെ ഫ്രാക്ഷൻസുകളൊക്കെ ആഡ് ചെയ്യാന്നുള്ളതാണ് ഫ്രാക്ഷനുകളൊക്കെ തമ്മിൽ ആഡ് ചെയ്യാം എന്നിട്ട് ഈ പവറുകൾ തമ്മിൽ ഈ ബ്രാക്കറ്റിന്റെ പുറത്തുള്ള 4ഉം 3ഉം 4ഉം 3ഉം 25 കൊടുക്കാന്നുള്ള ഈ 4ഉം കൂടി ഞാൻ എല്ലാത്തിനും കൊടുക്കാണ് കേട്ടോ ഈ ഇൻറ്റു 4ഉം കൂടി ഞാൻ എല്ലാ നമ്പേഴ്സിനും കൊടുക്കാണ് 4 എടുക്കുന്ന സമയത്ത് 2 raised to 4 by 2 എന്ന് വരും ഇൻറ്റു 2 raised to 4 6 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 24 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും ഇവിടെ 2 raised to 15 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 16 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും ഇവിടെ 2 raised to 28 ഇൻറ്റു 4 112 ഡിവൈഡഡ് ബൈ 8 എന്ന് വരും ഇൻറ്റു 2 raised to 48 ഇൻറ്റു 4 180 ഡിവൈഡഡ് ബൈ 10 ഓൾ റേസ് ടു 3 by 25 എന്നായി ഓക്കെ അല്ലേ ഇനി 4 by 2 പകരം ഞാൻ 2 എന്ന് എഴുതട്ടെ 4 by 2 പകരം 2 എന്ന് എഴുതാണ് 24 ഡിവൈഡഡ് ബൈ 4 പകരം 6 എന്ന് എഴുതാണ് അടുത്തത് 16 ഡിവൈഡഡ് ബൈ 6 പകരം 10 എന്ന് എഴുതാണ് 112 ഡിവൈഡഡ് ബൈ 8 പകരം 14 എന്ന് എഴുതാണ് 14 എന്ന് എഴുതാണ് 180 ഡിവൈഡഡ് ബൈ 10 18 എന്ന് എഴുതാണ് ഓക്കെ അല്ലേ ഇത് ഇത്രയും സിംപ്ലിഫൈ ഇനി ഡയറക്റ്റ് ആഡ് ചെയ്തൂടെ 2 plus 6 plus 10 plus 14 plus 18 ഓക്കെ 2 raised to 15 into 3 by 25 എന്നായി ഓക്കെ അല്ലേ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 raised to 15 into 3 by 25 ഡയറക്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ചെയ്യാലോ 15 into 3 ഡിവൈഡഡ് ബൈ 25 2 raised to 6 എന്ന് വന്നു 2 raised to 6 എന്ന ഓപ്ഷനിലുണ്ടോ 2 raised to 6 ആ ഓപ്ഷനിലുള്ള എ ഫ്രാക്ഷൻ ആൻഡ് ഇൻറ്റീജർ 1 എന്നാണ് കൊടുത്തിട്ടുള്ളത് 2 raised to 6 എന്ന് പറഞ്ഞാൽ 2 raised to 6 എന്ന് പറയുന്നത് 64 ആണ് നമുക്ക് കിട്ടുക 2 raised to 6 എന്ന് പറഞ്ഞാൽ 64 ആണ് 64 എന്ന് പറഞ്ഞാൽ 1 അല്ലല്ലോ ഫ്രാക്ഷനിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ല ഡയറക്റ്റ് വാല്യൂ അല്ല 64 എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻറ്റീജർ അല്ല കിട്ടിയിട്ടുള്ളത് ആൻഡ് ഇൻറ്റീജർ അല്ല കിട്ടിയിട്ടുള്ളത് ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ
ഓക്കെ അല്ലേ? ഇനി അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ. 21ാമത്തെ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 21ാമത്തെ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ എവിടെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ലോഗരിതം എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത യൂണിറ്റിൽ ഈ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇതിന് ഒരുപാട് സ്റ്റെപ്പും കാര്യങ്ങളും വരുന്നുണ്ട്. നമ്മളിങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വരുന്ന സമയത്ത് ഒരുപാട് സ്റ്റെപ്പ്. ഇതിനെ ആദ്യം ഫ്രാക്ഷനിലേക്ക് മാറ്റും. ഫ്രാക്ഷനിലേക്ക് മാറ്റിയിട്ട് ഇതിന് ഹോൾ സ്ക്വയർ ആണെന്നുള്ള അസംഷൻ എടുക്കും. 1 മൈനസ് എക്സ് സ്ക്വയറും 1 സ്ക്വയറും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് വേറെ ഐഡന്റിറ്റീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ അതിന് വരെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് എക്സ് ആണ്. അങ്ങനെ ആൻസർ വരുന്നത് എന്താണ്? എക്സ് ആണ്. ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ലോഗരിതത്തിലും വരുന്നുണ്ട്. ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ലോഗരിതത്തിലും വരുന്നുണ്ട്. ലോഗരിതത്തിലും 21ാമത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് ലോഗരിതത്തിലും വരുന്നത്. ഈ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെ വരുന്നത്. പക്ഷെ അതിന്റെ ഫ്രണ്ടിൽ എന്തുണ്ട്? ഒരു ലോഗ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും വരാം? ലോഗ് എക്സ് ആണ് വരാം. ഇതിന്റെ ആൻസർ എന്തായിരുന്നത്? എക്സ്. അതിന്റെ ഫ്രണ്ടിലെ ലോഗും കൂടി വന്നാലും ലോഗ് എക്സ്. ഓക്കെ അല്ലെ? ഈ സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ അല്ലെ? ഇതിന്റെ സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് 14 സ്റ്റെപ്പുകൾ ഈ ക്വസ്റ്റ്യന് വരുന്നുണ്ട്. അപ്പൊ അത്രയും സ്റ്റെപ്പ് ചെയ്യാനുള്ള ടൈം നമുക്ക് എക്സാമിന് ഉണ്ടാവില്ല. ഓക്കെ അല്ലെ? ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യന് എക്സ് റേസ് ടു എൻ റേസ് ടു എൻ മൈനസ് 1 റേസ് ടു 1 ബൈ എൻ ഓൾ റേസ് ടു 1 ബൈ എൻ പ്ലസ് 1. ഓക്കെ അല്ലെ? ഇത് ജസ്റ്റ് ഫ്രാക്ഷൻ മാത്രമാണ് കേട്ടോ. ഫ്രാക്ഷന് മാത്രമാണ്, വേറെ ഒന്നും വരുന്നില്ല. എക്സ് റേസ് ടു എൻ എക്സ് റേസ് ടു എൻ ഓൾ റേസ് ടു എൻ മൈനസ് 1 ബൈ എൻ ഓൾ റേസ് ടു 1 ബൈ എൻ പ്ലസ് 1. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഇത് സിംപ്ലിഫൈ ചെയ്യണം. ഈ എൻ മൈനസ് 1 ബൈ എന്നിനെ സിംപ്ലിഫൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡിനോമിനേറ്ററിൽ 1 ഉണ്ടെന്ന് വിചാരിക്കുക. n ഇൻറ്റു n n സ്ക്വയർ 1 ഇൻറ്റു 1 1 ഓൾ ഡിവൈഡ് ബൈ n എന്നാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സ് റേസ് ടു n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ n ഇൻറ്റു 1 ബൈ n പ്ലസ് 1 എന്നായി. ഈ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്താൽ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തൂടെ? ഓക്കെ, ഈ ബ്രാക്കറ്റുകളൊക്കെ ഓപ്പൺ ചെയ്താൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതൊക്കെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ n ഇൻറ്റു 1 ബൈ n പ്ലസ് 1. ഇതൊക്കെ തമ്മിൽ ഇൻറ്റു ആണ് കേട്ടോ. ഇൻറ്റു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത്? n ഇൻറ്റു n പ്ലസ് 1 ആണ് ഡിനോമിനേറ്റർ ഉള്ളത്. ന്യൂമറേറ്ററിൽ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 അല്ലേ? ന്യൂമറേറ്ററിൽ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1ഉം ഡിനോമിനേറ്ററിൽ n ഇൻറ്റു n പ്ലസ് 1ഉം ആണുള്ളത്. ഈ n ഉം ഞാൻ ക്യാൻസൽ ചെയ്തു. ഇനി എന്താ ന്യൂമറേറ്ററിൽ ഇനി എന്താ ഉള്ളത്? n സ്ക്വയർ മൈനസ് 1ഉം ഡിനോമിനേറ്ററിൽ n പ്ലസ് 1ഉം ആണ് ഇനി ബാക്കിയുള്ളത്. ഓക്കെ അല്ലെ? ന്യൂമറേറ്ററിൽ n സ്ക്വയർ മൈനസ് 1ഉം ഡിനോമിനേറ്ററിൽ n പ്ലസ് 1. എനിക്ക് ഡിനോമിനേറ്റർ ഉള്ളത് എനിക്ക് ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാനും വേണ്ടത്. ഡിനോമിനേറ്റർ ഉള്ളത് എന്ത് ചെയ്യണം? n പ്ലസ് 1 എനിക്ക് ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കണം. എനിക്ക് ഏത് മെത്തേഡിൽ ചെയ്താലാണ് n പ്ലസ് 1 ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടി പറ്റുക? ഞാൻ ഈ ചെയ്യുന്ന മെത്തേഡ് അപ്പൊക്കപ്പ് എഴുതിയിരിക്കണേ. n പ്ലസ് 1 ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ന്യൂമറേറ്ററിലും n പ്ലസ് 1 വരണം. ന്യൂമറേറ്ററിൽ n പ്ലസ് 1 വരാണെന്നുണ്ടെങ്കിൽ n സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്നത് 1 സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ തന്നെയല്ലേ? അപ്പൊ a മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമാറ്റ് അല്ലേ? ആണെങ്കിൽ n പ്ലസ് 1 ഇൻറ്റു n മൈനസ് 1 എന്ന് ഇതിനെ എഴുതിക്കൂടെ? n സ്ക്വയർ മൈനസ് 1 നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? n പ്ലസ് 1 ഇൻറ്റു n മൈനസ് 1 എന്നുള്ള ഫോർമാറ്റിൽ എഴുതാൻ വേണ്ടി പറ്റും. അപ്പം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും n പ്ലസ് 1 ആയാലും ഇതും ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്തേ ബാക്കി ഉണ്ടാവുള്ളൂ? n പ്ലസ് 1. നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആൻസർ വരാം എക്സ് റേസ് ടു n മൈനസ് 1 ആണ് നമ്മളുടെ ആൻസർ വരാം. സിംപ്ലിഫൈ ചെയ്താൽ എക്സ് റേസ് ടു n മൈനസ് 1, ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? 23ാമത്തെ ക്വസ്റ്റ്യന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് സൈക്ലിക് ഫോർമാറ്റിലുള്ളത്. എക്സ് 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 എൽ എം എം എൻ അടുത്ത എന്തൊക്കെ n l ആയിരിക്കും വരുന്നുണ്ടാവുക. ഇവിടെ l m l l n m n l n m n n. ഓക്കെ അല്ലെ? ഒരു സൈക്ലിക് ഫോർമാറ്റിലല്ല കൊടുത്തിട്ടുള്ളത് സൈക്ലിക് ഫോർമാറ്റിലല്ലേ? അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവർ ചോദിച്ചിട്ടുള്ളത് നമ്മളോട് എന്താണ്? പ്രൊഡക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് പ്രൊഡക്റ്റിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആൻസർ വരാം ഓപ്ഷൻ ബി 1 ആണ്. പ്രൊഡക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് 1, സം ആണെങ്കിൽ 0. ഓപ്ഷൻ ബി 1 ആണ് വരാം. പെട്ടെന്ന് ആൻസർ ആയെങ്കിൽ ആ ഒരു മെത്തേഡ് എന്തായാലും പഠിച്ചു വെക്കട്ടോ.
എത്രയും പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇനി 24. ഹലോ ഫ്രണ്ട്സ്, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 24ാമത്തെ ക്വസ്റ്റ്യൻ. യൂസിങ് a മൈനസ് ബി ഓൾ ക്യൂബ് ഈസ് ഇക്വൽ ടു a ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് 3ab ഇൻറ്റു a മൈനസ് ബി. തിങ്ക് ദ കറക്റ്റ് ഓഫ് ദീസ് വെൻ x ഈസ് ഇക്വൽ ടു p റേസ് ടു 1/3 മൈനസ് p റേസ് ടു മൈനസ് 1/3. 24ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എക്സ് ഈസിക്കൽ ടു പി റേസ് ടു 1/3 മൈനസ് പി റേസ് ടു മൈനസ് 1/3 ആണെങ്കിൽ ഈ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി 3 ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു ഐഡന്റിറ്റി കൂടി. മൂന്നാമത്തെ ഐഡന്റിറ്റി ആണ് a മൈനസ് ബി ഓൾ ക്യൂബ് ഈസിക്കൽ ടു a ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് 3ab ഇൻറ്റു a മൈനസ് ബി. ഫുള്ള് നെഗറ്റീവ് സൈൻസ് ആയിരിക്കട്ടെ. a ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് 3ab ഇൻറ്റു a മൈനസ് ബി. ഇനി a പ്ലസ് ബി ഓൾ ക്യൂബ് ആണെങ്കിലോ അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവാം. a ക്യൂബ് പ്ലസ് ഇതിന്റെ സൈന് ഫുള്ളും പോസിറ്റീവ് ആയിരിക്കും. ആ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാ സൈനും പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആണെങ്കിൽ എല്ലാ സൈനും നെഗറ്റീവ് ആയിരിക്കും. a ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് 3ab ഇൻറ്റു a മൈനസ് ബി. ഓക്കെ അല്ലെ? 3 ഐഡന്റിറ്റി ഇപ്പോൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, a മൈനസ് ബി ഹോൾ സ്ക്വയറും. ഇത് ഒരേ കാറ്റഗറി തന്നെ പെടുത്തിയാൽ മതി. ഇതും ഒരേ കാറ്റഗറി തന്നെ പെടുത്തിയാൽ മതി. ഓക്കെ അല്ലേ? ഈ ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് എക്സ് ഈസിക്കൽ ടു പി റേസ് ടു 1/3 മൈനസ് പി റേസ് ടു മൈനസ് 1/3ന്റെ ആൻസർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാം. എക്സ് ഈസിക്കൽ ടു പി റേസ് ടു 1/3 മൈനസ് പി റേസ് ടു മൈനസ് 1/3 ആണ്. അത് a മൈനസ് ബി ഓൾ ക്യൂബ് ഈസിക്കൽ ടു a ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് 3ab ഇൻറ്റു a മൈനസ് ബി എന്നുള്ള ഐഡന്റിറ്റി യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ രണ്ട് സൈഡും ക്യൂബ് ചെയ്യാട്ടോ. ഒരു സൈഡ് മാത്രം ക്യൂബ് ചെയ്താൽ മാത്തമാറ്റിക്കലി അത് റോങ് ആയി മാറും അല്ലെ? ഈ സൈഡ് മാത്രം ഞാൻ ക്യൂബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്കലി റോങ് ആവും. അപ്പൊ അതുകൊണ്ട് രണ്ട് സൈഡും ക്യൂബ് ചെയ്യണം. എനിക്ക് ഈ സൈഡാണ് എന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത്. ഈ സൈഡ് ക്യൂബ് ചെയ്യാൻ അപ്ലൈ ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറുള്ളൂ. ഈ സൈഡ് മാത്രമായിട്ട് ക്യൂബ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ രണ്ട് സൈഡും ക്യൂബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഈ ക്യൂബ് ചെയ്തത് എക്സ്പാൻഡ് ചെയ്യാം. എക്സ് ക്യൂബ് ഈസിക്കൽ ടു പി റേസ് ടു 1/3 ക്യൂബ് മൈനസ് പി റേസ് ടു മൈനസ് 1/3 ക്യൂബ് മൈനസ് 3 ഇൻറ്റു പി എ ഇൻറ്റു ബി എന്ന് പറയുന്നത് പി റേസ് ടു മൈനസ് 1/3 ഇൻറ്റു പി റേസ് ടു 1/3 മൈനസ് പി റേസ് ടു മൈനസ് 1/3. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് ഇതിനെ നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാലോ. 1/3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3/3 അല്ല. ദാറ്റ് മീൻസ് 1. 3/3 എന്ന് പറഞ്ഞാൽ 1. എക്സ് ക്യൂബ് ഈസിക്കൽ ടു പി റേസ് ടു 1 എന്ന് പറഞ്ഞാൽ പി തന്നെ മൈനസ് ഇവിടെ എന്ത് ചെയ്യും? മൈനസ് 1/3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ മൈനസ് 3/3. ദാറ്റ് മീൻസ് മൈനസ് 1. ഓക്കെ അല്ല? അപ്പൊ പി റേസ് ടു മൈനസ് 1 എന്നായി. മൈനസ് പി റേസ് ടു 1/3 ഇൻറ്റു പി റേസ് ടു മൈനസ് 1/3 ആണ് അല്ലെ? ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എ റേസ് ടു എൻ ഇൻറ്റു എ റേസ് ടു എം ആണെന്നുണ്ടെങ്കിൽ എ റേസ് ടു എൻ ഇൻറ്റു എം എന്ന് എഴുതിക്കൂടെ? എൻ പ്ലസ് എം എന്ന് പറഞ്ഞാൽ എഴുതിക്കൂടെ? അതാണ് പി റേസ് ടു 1/3 മൈനസ് 1/3 എന്ന് വരും. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് പ്ലസ് ചെയ്യാൻ വേണ്ടി പറ്റും. എ റേസ് ടു എൻ പ്ലസ് എം അല്ലേ? ഓക്കെ. ഇവിടെ രണ്ട് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ആഡ് ചെയ്തു. ഇവിടെ ഒന്ന് നെഗറ്റീവ് ആയതുകൊണ്ട് 1/3 മൈനസ് 1/3 ദാറ്റ് മീൻസ് 3 ഇൻറ്റു പി റേസ് ടു 0 എന്നായി അല്ലെ? പി റേസ് ടു 0 എന്നായി. ഓക്കെ അല്ലേ? ഇൻറ്റു പി റേസ് ടു 1/3 മൈനസ് പി റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് അല്ലേ? ഈ കൊടുത്തിട്ടുള്ള ഈ സാധനം ഇതും സെയിം അല്ലേ? പി റേസ് ടു 1/3 മൈനസ് പി റേസ് ടു മൈനസ് 1/3 എന്ന് പറയുന്നതും എക്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ലേ? എക്സ് എന്നല്ലേ ഇത് അല്ല? അപ്പൊ ഞാൻ ഇതിന് പകരം എക്സ് എന്ന് റീപ്ലേസ് ചെയ്യാണ്. എക്സ് എന്ന് റീപ്ലേസ് ചെയ്യാണ് കേട്ടോ. ഇത് എക്സ് ആണ്. അപ്പൊ അതിന് പകരം എക്സ് എന്ന് റീപ്ലേസ് ചെയ്തു. ഇത് പി റേസ് ടു 0 ആണ്. അതിന് പകരം പി റേസ് ടു 0 എന്ന് കൊടുത്തു. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എക്സ് ക്യൂബ് ഈസിക്കൽ ടു പി റേസ് ടു ഈ നെഗറ്റീവ് മാറ്റാൻ വേണ്ടിയിട്ട് മൈനസ് 1/p എന്ന് എഴുതാൻ പറ്റും. പി റേസ് ടു മൈനസ് 1 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 1/p ക്ക് ഈക്വൽ ആണ്.
എ റേസ് ടു മൈനസ് എൻ ഈസിക്വൽ ടു 1 ബൈ എ റേസ് ടു എൻ പഠിച്ച ഐഡന്റിറ്റി ഓർമ്മല്ലേ? ആ ഐഡന്റിറ്റി പ്രകാരം പി റേസ് ടു മൈനസ് 1 ആണെങ്കിൽ 1 ബൈ പി റേസ് ടു 1 എന്ന് വരും. ആ 1 ഏതാ പി റേസ് ടു 1 എന്ന് പറയുന്നത് പി എന്ന് പറഞ്ഞാൽ സെയിം അല്ലേ, അപ്പോൾ 1 ബൈ പി എന്ന് എഴുതാൻ വേണ്ടി പറ്റും. മൈനസ് ഏതൊരു നമ്പറിന്റെ പവറിലും 0 വന്നാൽ ആൻസർ 1 ആയിരിക്കും വരാം. അപ്പൊ പി റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 അല്ല, 3 into 1 എന്ന് പറഞ്ഞാൽ 3 തന്നെയല്ലേ വരാം. അപ്പൊ 3x എന്നായി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് എക്സിന്റെ കൂടെ എക്സ് ക്യൂബിന്റെ കൂടെ ഒക്കെ 3x ഉണ്ട് അല്ലെ, എല്ലാ എക്സ് ക്യൂബിന്റെ കൂടെ 3x ഉണ്ട്. ഞാൻ ഈ 3x ഇങ്ങോട്ട് കൊണ്ടുവരാം, ഈക്വൽ ടു ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ എക്സ് ക്യൂബ് ഈ മൈനസ് 3x ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 3x. അപ്പൊ ഓപ്ഷൻ ഉള്ളതിനായിട്ട് കറക്റ്റ് ആവുന്നില്ല. പി മൈനസ് 1 ബൈ പി എന്നാണ് വന്നിട്ടുള്ളത്. എക്സ് ക്യൂബ് പ്ലസ് 3x ഈസിക്കൽ ടു പി മൈനസ് 1 ബൈ പി. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി. ഓക്കെ അല്ലെ? ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ. ഞാൻ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. കുറച്ച് ഈ നിങ്ങൾ സ്റ്റെപ്പ് പോലെ തന്നെ പഠിച്ചു വെക്കാം. ഓരോ സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ട് പഠിച്ചു വെക്കാം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആട്ടോ, കുറച്ചും കൂടി ടഫ് ക്വസ്റ്റ്യൻ ആണ്, അതാണ് അങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ. ഓൺ സിംപ്ലിഫിക്കേഷൻ 1 ബൈ 1 പ്ലസ് എ റേസ് ടു എം മൈനസ് എൻ പ്ലസ് എ റേസ് ടു എം മൈനസ് പി പ്ലസ് 1 ബൈ 1 പ്ലസ് എ റേസ് ടു എൻ മൈനസ് എം പ്ലസ് എ റേസ് ടു എൻ മൈനസ് പി പ്ലസ് 1 ബൈ എ പ്ലസ് എ റേസ് ടു പി മൈനസ് എം പ്ലസ് എ റേസ് ടു പി മൈനസ് എൻ ഈസ് ഈക്വൽ ടു 0 a 1 ബൈ എ. ഓക്കെ അല്ലെ? ഈ തന്നിട്ടുള്ളതിന്റെ ആദ്യം സൈക്ലിക് ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. സൈക്ലിക് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇവിടെ എം ഉണ്ട്, എൻ ഉണ്ട്, പി ഉണ്ട്, സൈക്ലിക് ആണ് അല്ലെ. അടുത്ത എൻ ഉണ്ട്, എം ഉണ്ട്, അടുത്ത എന്താ വരുന്നത്? പി ആയിരുന്നു വരേണ്ടിരുന്നത്. എൻ എം പി അല്ല വരേണ്ടത്. ബാക്കി റിപ്പീറ്റ് ചെയ്തിട്ട് ഇവിടെ എന്താണ് വന്നിട്ടുള്ളത്? എം തന്നെയാണ് വന്നിട്ടുള്ളത്. ശരിക്കും എന്താ വരേണ്ടത്? എന്നും എമ്മും കഴിഞ്ഞ അടുത്ത പി അല്ല വരേണ്ടത്, ഇവിടെ എം എന്നാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത നോക്ക്, ഇവിടെ എം ഉണ്ട്, എൻ ഉണ്ട്, പി ഉണ്ട്, സൈക്കിൾ ഓക്കെ ആണ്. ഇവിടെ പി ഉണ്ട്, എൻ. ഇവിടെയും പി ആണെന്നുണ്ട്. ഇവിടെ എന്തെന്നായിരുന്നു വരേണ്ടിയിരുന്നത്? പി എന്നായിരുന്നു വരേണ്ടിയിരുന്നത്. അപ്പൊ അത് എന്തല്ല? സൈക്ലിക് അല്ല. ഇത് തന്നിട്ടുള്ളത് എന്തല്ല? സൈക്ലിക് അല്ല. സൈക്ലിക് ആണെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞ ആ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സൈക്ലിക് ആണെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ 1, അഡീഷൻ ആണെങ്കിൽ 0 എന്നുള്ളത്. ഇത് സൈക്ലിക് അല്ലല്ലോ. സൈക്ലിക് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യണം. ഇത് തന്നിട്ടുള്ള ഞാൻ താഴത്തേക്ക് എഴുതാണേ. ഓക്കെ, 1 ബൈ 1 പ്ലസ് എ റേസ് ടു എം മൈനസ് എൻ പ്ലസ് എ റേസ് ടു എം മൈനസ് പി പ്ലസ് 1 ബൈ 1 പ്ലസ് എ റേസ് ടു എൻ മൈനസ് എം പ്ലസ് എ റേസ് ടു എൻ മൈനസ് പി plus 1 by 1 plus a raised to p minus m plus a raised to p minus n. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് തന്നിട്ടുള്ള ഇക്വേഷൻ, ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? ക്രോസ് മൾട്ടിപ്പിൾ ആയിരിക്കും ചെയ്യേണ്ടി വരിക. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുന്നതിന്റെ മുന്നേ ഇൻഡിസസ് പ്രോപ്പർട്ടി പ്രകാരം എ റേസ് ടു എം മൈനസ് എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ എന്ന് പറഞ്ഞിട്ട് എഴുതിക്കൂടെ? എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ എന്ന് പറഞ്ഞിട്ട് എഴുതിക്കൂടെ? ഓക്കെ, അപ്പൊ ഞാൻ ഈ തന്നിട്ടുള്ള ഇക്വേഷൻസിലൊക്കെ എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ എന്ന് എഴുതാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് 1 പ്ലസ് എ റേസ് ടു എം മൈനസ് എൻ പ്ലസ് എ റേസ് ടു എം മൈനസ് എൻ പി അല്ലേ? അതിനെ മാറ്റി എഴുതുമ്പോൾ 1 പ്ലസ് എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ പ്ലസ് എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു പി എന്നാവും അല്ലെ? ഇതടുത്ത് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ആയിട്ട് ഈ ഡിനോമിനേറ്റർ ഉള്ളത് മാത്രം ഞാൻ എടുത്തിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഡിനോമിനേറ്റർ ഉള്ളതിനെ എടുത്തിട്ട് ഇനി അടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ 1 ബൈ 1 ആണെന്ന് വിചാരിക്കുക. 1 ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എൻ പ്ലസ് 1 ഇൻറ്റു എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ. പിന്നെ അടുത്ത ഒന്നും കൂടി ഇല്ലേ, അതുമായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എ റേസ് ടു പി ഇൻറ്റു എ റേസ് ടു എൻ പ്ലസ് എ റേസ് ടു എം
പ്ലസ് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ എ റേസ് ടു പി. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. എ റേസ് ടു പി ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എ റേസ് ടു പി ഇൻറ്റു എ റേസ് ടു എൻ പ്ലസ് എ റേസ് ടു പി ഇൻറ്റു എ റേസ് ടു എം. ഇത് ഡയറക്റ്റ് ഈ സ്റ്റെപ്പ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ ഒരു സ്റ്റെപ്പും കൂടി കൂട്ടി ചെയ്തതാണ് കേട്ടോ. പ്ലസ് എ റേസ് ടു എം എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ എ റേസ് ടു പി എന്നായി. ഓക്കെ അല്ലേ? ഇതേപോലെ ഡിനോമിനേറ്ററിലുള്ള 3 എണ്ണം ഞാൻ അതേപോലെ ഷോർട്ട് ആക്കാണ്. ഡിനോമിനേറ്ററിലുള്ള എല്ലാം ഞാൻ അതേപോലെ ഷോർട്ട് ആക്കാണ്. അടുത്ത ഡിനോമിനേറ്ററിൽ 1 പ്ലസ് എ റേസ് ടു എൻ മൈനസ് എം പ്ലസ് എ റേസ് ടു എൻ മൈനസ് പി. ഓക്കെ അല്ലേ? ഇത് ഞാൻ ഇൻഡിസസ് പ്രോപ്പർട്ടി പ്രകാരം 1 പ്ലസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എ റേസ് ടു എം പ്ലസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എ റേസ് ടു പി എന്നാവും. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാണ്. എ റേസ് ടു എൻ പ്ലസ് എ റേസ് ടു എൻ ഡിവൈഡ് ബൈ എ റേസ് ടു എം. അടുത്തത് അതേപോലെ തന്നെ എഴുതി. ഇനി അടുത്ത ക്രോസ് മൾട്ടിപ്ലൈ ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഡയറക്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എ റേസ് ടു പി ഇൻറ്റു എ റേസ് ടു എം പ്ലസ് എ റേസ് ടു പി ഇൻറ്റു എ റേസ് ടു എൻ പ്ലസ് എ റേസ് ടു എൻ എ റേസ് ടു എം. ഓക്കെ അല്ലേ? ഡിവൈഡ് ബൈ എ റേസ് ടു എം പ്ലസ് ഇൻറ്റു ആണ് എ റേസ് ടു എൻ ഇൻറ്റു എ റേസ് ടു പി. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ഡിനോമിനേറ്ററും കൂടി എടുക്കുകയാണ്. ലാസ്റ്റ് ഡിനോമിനേറ്റർ കൂടി എടുക്കുകയാണ്. 1 പ്ലസ് എ റേസ് ടു പി മൈനസ് എം പ്ലസ് എ റേസ് ടു പി മൈനസ് എൻ. ഓക്കെ അല്ലേ? ഇതും ഇതേമാതിരി തന്നെ ഞാൻ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാണ്. 1 ആദ്യം ഞാൻ അതിനെ ഇൻഡിസസ് പ്രോപ്പർട്ടി പ്രകാരം സെപ്പറേറ്റ് ആക്കി ചെയ്താണ് എ റേസ് ടു പി ഡിവൈഡ് ബൈ എ റേസ് ടു എൻ. ഇനി അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ആണ്. എ റേസ് ടു എം പ്ലസ് എ റേസ് ടു പി ഡിവൈഡ് ബൈ എ റേസ് ടു എം പ്ലസ് എ റേസ് ടു പി ഡിവൈഡ് ബൈ എ റേസ് ടു എൻ. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എ റേസ് ടു എൻ പി പ്ലസ് എ റേസ് ടു എൻ പി പ്ലസ് എ റേസ് ടു എം പി. ഓക്കെ അല്ലേ? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എ റേസ് ടു എം എ റേസ് ടു എൻ എ റേസ് ടു എൻ ഇൻറ്റു എ റേസ് ടു എൻ എ റേസ് ടു എൻ ഇൻറ്റു എ റേസ് ടു പി പ്ലസ് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു പി. ഓക്കെ, ഡിവൈഡ് ബൈ എ റേസ് ടു എം എ റേസ് ടു എൻ. ഇത്ര ഡിനോമിനേറ്റർ 3 ഡിനോമിനേറ്ററും കൂടി ഞാൻ സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു ഫോർമാറ്റിലേക്ക് മാറ്റി. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഇതായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇതായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യന്. ഓക്കെ, ഈ ക്വസ്റ്റ്യന്റെ ഓരോ ഡിനോമിനേറ്ററിനും പകരം ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള പുതിയ ഡിനോമിനേറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഫസ്റ്റത്തേന് പകരം ഫസ്റ്റത്തെ ഞാൻ പുതിയ കണ്ടുപിടിച്ചിട്ടുള്ള ഡിനോമിനേറ്റർ വെച്ചു. രണ്ടാമത്തെ ഡിനോമിനേറ്ററിന് പകരം രണ്ടാമത്തെ ഡിനോമിനേറ്ററും മാറ്റി. അതിന് പകരം രണ്ടാമത്തെ ഡിനോമിനേറ്റർ കണ്ടുപിടിച്ചതിന്റെ ഓപ്ഷൻ വെച്ചു. ഓക്കെ, ഇനി മൂന്നാമത്തെ ഡിനോമിനേറ്ററും മാറ്റി. അതിന് പകരം മൂന്നാമത്തെ ഡിനോമിനേറ്റർ വെച്ചു. ഓക്കെ അല്ലേ? ഓരോന്നിന്റെ ആൻസർ വെച്ചു. ഇനി ഫ്രാക്ഷൻസ് പ്രകാരം ഫസ്റ്റ് 1 ഡിവൈഡഡ് ബൈ ഈ ഡിനോമിനേറ്ററിൽ വാല്യൂ ഇല്ല. അപ്പൊ ഇത് രണ്ടാമത്തിന്റെ നേരെ റെസിപ്രോക്കൽ ആക്കുന്ന സമയത്ത് ഇത് എന്താവും? ഈ ഡിനോമിനേറ്റർ ഉള്ളത് നേരെ ന്യൂമറേറ്ററിലേക്ക് പോകും അല്ലെ? മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഫ്രാക്ഷൻ്റെ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിനോമിനേറ്ററിൽ നേരെ എന്താവും? ന്യൂമറേറ്ററിലേക്ക് പോകും. രണ്ടാമത്തെ ഫ്രാക്ഷന് നേരെ റെസിപ്രോക്കൽ ആക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ എന്താവും? ന്യൂമറേറ്ററിലേക്ക് വരും. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഡിനോമിനേറ്റർ ഉള്ളത് നേരെ ന്യൂമറേറ്ററിലേക്ക് വരും. ഓക്കെ അല്ലേ? 1 ഇൻറ്റു എന്ന് പറയുമ്പോൾ അത് തന്നെ കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ ഇതും എന്താവും? നേരെ ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്ററിലേക്ക് പോവും. ഇതും നേരെ ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്ററിലേക്ക് പോവും. ഓക്കെ അല്ലേ? 1 ഇൻറ്റു എന്ന് പറയുമ്പോൾ ഈ 1 പോവും. ഓക്കെ, ഇത്രയും ചെയ്ത കാര്യം ഓക്കെ അല്ലേ?
ഇനി ഇതിന്റെ ഡിനോമിനേറ്റർ ശ്രദ്ധിക്കുന്ന സമയത്ത് എല്ലാ ഡിനോമിനേറ്ററും സെയിം ആണ്. എ റേസ് ടു പി എൻ എ റേസ് ടു പി എൻ എ റേസ് ടു പി എൻ എന്ന് പറയുന്നത് എൻ പി എന്ന് പറഞ്ഞാൽ സെയിം എന്നാ വരുന്നത്. പി എന്നും എൻ പി എന്ന് പറഞ്ഞാൽ സെയിം എന്നാണ് അല്ലേ, സെയിം അല്ലെങ്കിൽ മൂന്ന് സെയിം ആണ്. പിന്നെ അടുത്ത പി എമ്മും പി എമ്മും പി എമ്മും മൂന്ന് സെയിം ആണ്. എം എൻ എം എൻ എം എൻ ഓക്കെ അല്ലേ, ഇത് മൂന്നും സെയിം ആണ് അല്ലെ. ഡിനോമിനേറ്റർ ഒക്കെ ഈ മൂന്ന് ഡിനോമിനേറ്ററും ഈക്വൽ അല്ലേ. മൂന്ന് ഡിനോമിനേറ്റർ ഈക്വൽ ആണെന്നുണ്ട് ഫ്രാക്ഷന്റെ പ്രകാരം ന്യൂമറേറ്റർ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡയറക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് എ റേസ് ടു എൻ ഇൻറ്റു എ റേസ് ടു പി പ്ലസ് എ റേസ് ടു എം എ റേസ് ടു പി പ്ലസ് എ റേസ് ടു എം എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എ റേസ് ടു പി. ഏതെങ്കിലും ഒരു നമ്പറിൻ്റെത് എ റേസ് ടു എൻ, ഇതിന്റെ ഡിനോമിനേറ്റർ തന്നെയാണ് എടുത്ത് അതേപോലെ ഇതാണ് പി എ റേസ് ടു എം പ്ലസ് എ റേസ് ടു എം എ റേസ് ടു എൻ. ഈ ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതി. ഓക്കെ അല്ല, മൂന്ന് ഡിനോമിനേറ്റർ സെയിം തന്നെയാണ്, ഒരു നമ്പറിന്റെ ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതി. ഓക്കെ, ഇപ്പൊ നോക്കുന്ന സമയത്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ളതും സെയിം അല്ലേ. മൂന്നും കൂടി ആഡ് ചെയ്ത സമയത്ത് ന്യൂമറേറ്റർ ഇത് മൂന്നും കൂടി ആയിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത്, ഇത് മൂന്നും അതേപോലെ ഇവിടെ എഴുതി കൊടുത്തു. ഓക്കെ അല്ലേ, ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത സമയത്ത് എൻ പി പി എൻ സെയിം അല്ലേ, ഇത് രണ്ടും സെയിം അല്ലേ. എം പി പി എം സെയിം അല്ലേ, എം എൻ എം എൻ സെയിം അല്ലേ. ദാറ്റ് മീൻസ് ന്യൂമറേറ്ററിലുള്ളതും ഡിനോമിനേറ്ററിലുള്ളതും സെയിം അല്ലേ, ന്യൂമറേറ്ററിലുള്ളതും ഡിനോമിനേറ്ററിലുള്ളതും സെയിം അല്ലേ. ദാറ്റ് മീൻസ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം ആയി കഴിഞ്ഞാൽ ആൻസർ വിൽ ബി 1. ഓക്കെ, ന്യൂമറേറ്ററത്തതും ഡിനോമിനേറ്ററത്തതും സെയിം ആയി കഴിഞ്ഞാൽ ആൻസർ വിൽ ബി 1. ഇവിടെ എഴുതിയിട്ടുള്ളത് കാണുന്നുണ്ടല്ലോ അല്ലെ. ഓക്കെ ഓക്കെ അല്ലെ, ആൻസർ വിൽ ബി 1. ഇത് 1 ആണ്. ഓക്കെ, അപ്പൊ ആൻസർ എന്താണ്, 1. ക്ലിയർ അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത 26ാമത്തെ ദിവസത്തിന് 26ാമത്തെ ദിവസം നോക്കുന്ന സമയത്ത് എ ബി ബി സി എ ബി ബി സി അടുത്ത എന്തായിരിക്കും വരാം, സി എ. നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എ ബി ബി സി അടുത്ത് സി എ. ഇവിടെ എ ബി ബി സി അടുത്തതും സി എ. പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു സൈക്ലിക് ഫോർമാറ്റിലല്ലേ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത്, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പൊ ആൻസർ 1. ക്വസ്റ്റ്യൻ സൈക്ലിക് ആണ്, ചോദിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്, അപ്പൊ ആൻസർ 1. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ താഴത്തെ തന്നെ എഴുതരാം. എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 3 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3x3 മൈനസ് 9x ഈസ് 3x3 മൈനസ് 9xന്റെ വാല്യൂ എന്തായിരിക്കും വരാന്നാണ് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ, (3x3 മൈനസ് 9xന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ, 3x3 മൈനസ് 9xന്റെ വാല്യൂ. അതിൽ എക്സ് എന്ന് പറഞ്ഞാൽ 3 പ്ലസ് 3 മൈനസ് 1/3 ആണെന്നാണ് പറയുന്നത്. ഓക്കെ, 3 പ്ലസ് 3 മൈനസ് 1/3 ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, എക്സിന്റെ സ്ഥാനത്ത് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. 3 1/3 പ്ലസ് 3 മൈനസ് 1/3 ക്യൂബ് മൈനസ് 9 ഇൻറ്റു എക്സിന് പകരം 3 പ്ലസ് 3 മൈനസ് 1/3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാണ്. പ്ലസ് 3 മൈനസ് 1/3. ഓക്കെ അല്ലേ, എ പ്ലസ് ബി ഓൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എ ക്യൂബ്. ഞാൻ നേരത്തെ തന്നിട്ടുണ്ടായിരുന്ന ഐഡന്റിറ്റി, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി. ആ ഫോർമാറ്റിൽ ഇത് എക്സ്പാൻഡ് ചെയ്യണേ, ഫോർമാറ്റിൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അല്ലാതെ നമുക്ക് 3 വാല്യൂ അറിയണം. 3 വാല്യൂ അറിയില്ലല്ലോ, ക്യൂബ് റൂട്ട് ഓഫ് 3 എന്ന് വരും. ക്യൂബ് റൂട്ട് ഓഫ് 3 വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്ററിൽ അസിസ്റ്റ് ഇല്ല. ഓക്കെ അല്ലേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ 3 ഇൻറ്റു 3 ക്യൂബ് പ്ലസ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3 ഇൻറ്റു എ ഇൻറ്റു ബി ഇൻറ്റു എ പ്ലസ് ബി. ഓക്കെ, എ പ്ലസ് ബി പിന്നെ മൈനസ് 9
ഈ ബ്രാക്കറ്റ് ക്ലോസും ചെയ്യാം. 9 1/3 പ്ലസ് 3 മൈനസ് 1/3. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ ഇനി ഏറ്റവും സ്മോളസ്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റാം. എന്നിട്ടൊരു നമ്പർ ആയിട്ട് കിട്ടണം. ഓപ്ഷനിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ ആയിട്ട്. ഓപ്ഷനിൽ 15 10 12 ആണ് കൊടുത്തിട്ടുള്ളത്. ഈ 15 10 12 എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറണം. മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നൺ ഓഫ് ദിസ് ആയിരിക്കും ആൻസർ വരാം. ഓക്കെ അല്ലേ? 3 1/3 into 3 ഇതേ നേരത്തെ ചെയ്തിട്ടുള്ള സെയിം മെത്തേഡ് തന്നെ. പിന്റെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ. ഇവിടെ 1/3 into 3 എന്ന് പറഞ്ഞാൽ 3/3 1/3 into 3 എന്ന് പറഞ്ഞാൽ 3/3 3/3 മീൻസ് 1. 3 എന്ന് പറഞ്ഞാൽ 3 തന്നെ. പ്ലസ് 3 - 1 എന്ന് വരും. അല്ല 3 - 1 എന്നല്ല വരാം. -3/3 വരും. ദാറ്റ് മീൻസ് -1. അപ്പൊ 3 - 1 പകരം മൈനസ് പോക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? 1/3 എന്ന് എഴുതാം. -n = 1/a⁴n അല്ലേ? ഒരുപാട് പ്രാവശ്യം ഈ ഇൻഡിസസിന്റെ ഈ പ്രോപ്പർട്ടി എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? നേരെ ഡിനോമിനേറ്ററിലേക്ക് മാറ്റിയാൽ മതി. ഓക്കെ അല്ലേ? ഈ മൈനസ് മാറ്റാൻ വേണ്ടി ഞാൻ നേരെ ഡിനോമിനേറ്ററിലേക്ക് മാറ്റാണേ. 3 - -3 ആയിരുന്നു. 1/3 എന്നാ വരണ്ടേ. ആ 1 ഞാൻ എഴുതുന്നില്ല കേട്ടോ. ഇവിടെ 1 ഉണ്ട്. പ്ലസ് 3 × 3 - 1/3 ആണ്. a⁴n × a⁴m = a⁴n + m അല്ലേ? അങ്ങനെയാണ് 3 - 1/3 - 1/3 എന്ന് വരും. ദാറ്റ് മീൻസ് 3/0. 3/0 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 3/0 എന്ന് കിട്ടും. 3/0 എന്ന് പറഞ്ഞാൽ 1. 1 × 3 എന്ന് പറഞ്ഞാൽ 3 തന്നെയല്ലേ കിട്ടാം. ഇനി ഈ ബ്രാക്കറ്റിലുള്ളത് അതേപോലെ ഞാൻ എഴുതി. ഓക്കെ, ഓക്കെ അല്ലേ? ഇവിടെയും 3 - 1/3 പ്ലസ് 3 - 1/3 ഉണ്ട് അല്ലെ? ഇവിടെയും ഒരേപോലെ വരുന്നുണ്ട്. എനിക്കിത് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം അല്ലെ? ഇതിന്റെ വാല്യൂ എനിക്ക് ഇനി കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എനിക്ക് അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. ഇതിന്റെ വാല്യൂ എനിക്ക് അറിയില്ല. അപ്പൊ എനിക്കിത് ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാണ് വേണ്ടത്. ഇവിടെ പ്ലസ് 3 1/3 പ്ലസ് 3 - 1/3 ആണ്. ഇവിടെ നെഗറ്റീവ് വരുന്നുണ്ട്. 9 ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 3 ഇല്ല. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ശരിക്കും മാത്തമാറ്റിക്കലി അടുത്ത് തന്നെ ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബോട്ടം മാസ് പ്രകാരം ഫസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ 3 × 3 9 പ്ലസ് 3 × 1/3 3/3 എന്ന് വരും അല്ലെ? 1/3 × 3 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിനായിട്ടുള്ള ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 3/3 പ്ലസ് 3 × 3 9. ഇതൊറ്റ നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യാം കേട്ടോ. ഇതൊറ്റ നമ്പർ ആയിട്ടാണ് കൺസിഡർ ചെയ്യാം. പ്ലസ് 3 - 1/3 മൈനസ് 9 3 1/3 പ്ലസ് 3 മൈനസ്. ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് സെയിം ആണ്. പക്ഷെ എന്താണ്? സൈന് ഡിഫറൻസ് ഉണ്ട്. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് ആണ്. പോസിറ്റീവ് നെഗറ്റീവ് അല്ലെ? ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്തൂടെ? ഈ പോസിറ്റീവ് നെഗറ്റീവ് 1 - 1 എന്ന് പറഞ്ഞാൽ 0 അല്ലേ കിട്ടുക? അപ്പൊ 9 3 1/3 പ്ലസ് 3 - 1/3 മൈനസ് ആ സെയിം നമ്പർ തന്നെ വന്നു കഴിഞ്ഞാൽ 0 അല്ലേ വരാം? ഇത് രണ്ടും ഞാൻ ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കിട്ടോ. എന്ത് ഞാൻ ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കി. പിന്നെ ഇവിടെ എന്താ ബാക്കിയുള്ള 9 ഉണ്ട്. 3/3 എന്ന് പറഞ്ഞാൽ 1. 9 + 1 9 + 1 എന്ന് പറഞ്ഞാൽ 10. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി 10 കറക്റ്റ്. ഓക്കെ, കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, മനസ്സിലാവും. പക്ഷെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനെ മനസ്സിലാക്കി പഠിക്കുക. ഓരോരോ സ്റ്റെപ്പ് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻ ഒരു 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഡ് ആവും. സിമ്പിൾ ആവും. ആ സ്റ്റെപ്പുകൾ നിങ്ങളെ മനസ്സിലൊരു ബൈഹാർട്ട് ആവും. മാത്സ് ബുദ്ധിമുട്ടുള്ള കുട്ടികളോടാട്ടോ പറയുന്നത്. ജന്മനാ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. എന്തായാലും ഫൗണ്ടേഷൻ ക്ലിയർ ചെയ്തല്ലേ പറ്റുള്ളൂ. നിങ്ങൾ ടെൻഷൻ ആകാൻ വേണ്ട. ഇന്റർലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്സിന്റെ ആവശ്യമേ വരുന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യാനുള്ള രീതിയിൽ പഠിക്കുക, സെറ്റ് ആക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 28ാമത്തെ ക്വസ്റ്റ്യൻ. 28ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് a⁴x = b, b⁴y = c, c⁴z = a, then xyz is. ഈ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ സൈക്ലിക് അല്ലേ? a⁴x b ആണ്, b⁴y z ആണ്, c⁴z a ആണ്. എക്സും വൈയും സെഡിന്റെയും വാല്യൂ ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സൈക്ലിക് ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ആൻസർ 1. ചോദിച്ചിട്ടുള്ളത് സൈക്ലിക് ആണ്. ചോദിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് x × y × z അല്ലേ ചോദിച്ചിട്ടുള്ളത്? x × y × z എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് അല്ലേ? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 1. ഓക്കെ അല്ലേ? ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, x / x എല്ലാത്തിലും x കോമൺ ആണ്. പിന്നെ a b
ABC അടുത്തെന്തായിരിക്കും എൻ്റെ CA ആയിരിക്കും വരേണ്ടത്. CA വന്നിട്ടുണ്ട്. AABBCC. ഓക്കെ, BBCCAA. ഒരു സൈക്ലിക് ഫോർമാറ്റിലല്ല പോയിട്ടുള്ളത്, സൈക്ലിക് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? പ്രൊഡക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആൻസർ 1. പ്രൊഡക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്, സൈക്ലിക് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൻസർ 1. ഓക്കെ, ഇനി അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് A raised to X is equal to B raised to Y is equal to Z 6 raised to minus Z 1 by X plus 1 by Y plus 1 by Z is. ചോദിച്ചിട്ടുള്ളത് സമ്മാണ്, പക്ഷെ ഇവിടെ തന്നിട്ടുള്ളത് സൈക്ലിക് ആണ്. നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. 2ഉം 3ഉം 6ഉം ആണ്. അത് 6ന്റെ പവറിൽ മൈനസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന്? ക്വസ്റ്റ്യന് 2 raised to X is equal to 3 raised to Y is equal to 6 raised to minus Z. അങ്ങനെയാണെങ്കിൽ 1 plus X plus 1 by Y plus 1 by Z എന്തായിരിക്കും വരാമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ അല്ലെ? ഇത് 3 ഈക്വൽ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 2 raised to X is equal to K ആണെന്ന് വിചാരിക്കാം. 3 raised to Y is equal to K ആണെന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന് നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് സെയിം ആട്ടോ. ഇതൊക്കെ ഒരു ഇത് 3 ഈക്വൽ ആണെന്ന് പറയുമ്പോൾ ഇത് 3 K ആണെന്ന് അസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ C ആണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൽ കൊടുക്കാത്ത ഏതെങ്കിലും ഒരു ലെറ്റർ എടുത്തിട്ട് അതാണെന്ന് അസ്യൂം ചെയ്യാം. K ആണെന്നാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് എക്സ് അല്ലേ? അപ്പൊ എക്സ് റൂട്ട് ഓഫ് കെ എന്നാണ് വരേണ്ടത്. ഈ റൂട്ടിന് പകരം ഞാൻ എന്ത് കൊടുക്കാണ്? 1 by X എന്ന് കൊടുക്കാണ് കേട്ടോ. 1 by X എന്ന് കൊടുക്കാണ്. ഓക്കെ, മാക്സ് ഇൻഡിസിസ് പ്രോപ്പർട്ടി പ്രകാരം എക്സ് റൂട്ട് ഓഫ് എ ഇസ് ഈക്വൽ ടു എ റേസ് ടു 1 by X എന്ന് എഴുതി കൊടുക്കും. nth റൂട്ട് ആണെന്നുണ്ടെങ്കിൽ എ റേസ് ടു 1 by N എന്ന് എഴുതി കൊടുക്കും. ഈ പ്രോപ്പർട്ടി ഓർമ്മ ഉണ്ടല്ലോ, ആ പ്രോപ്പർട്ടി പ്രകാരമായിട്ട് എഴുതിയിട്ടുള്ളത്. ഈ എക്സ് ഞാൻ ഈക്വൽ ടു ഇങ്ങോട്ട് വന്നപ്പോൾ 1 by X എന്നായി. 3 ഈസ് ഈക്വൽ ടു കെ റേസ് ടു 1 by Y എന്നായി. 6 ഈസ് ഈക്വൽ ടു കെ റേസ് ടു മൈനസ് 1 by Z എന്നായി. ഓക്കെ അല്ലേ? ഇനി 6 ഈസ് ഈക്വൽ ടു കെ റേസ് ടു മൈനസ് 1 by Z അല്ലേ? ഈ 6 എന്ന് പറയുന്നത് 2 into 3ക്ക് ഈക്വൽ അല്ലേ? തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. ഈ 3 ഇക്വേഷൻ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. 2ഉം 3ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 6 എന്ന് കിട്ടാം. 2 എന്ന് പറഞ്ഞാൽ എന്താണ്? കെ റേസ് ടു 1 by X അല്ല, ആ കെ റേസ് ടു 1 by X എന്ന് ഞാൻ അവിടെ എഴുതിക്കുന്നു കേട്ടോ. കെ റേസ് ടു 1 by X എന്ന് 2ന് പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇൻറ്റു 3ക്ക് പകരം കെ റേസ് ടു 1 by Y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. കെക്ക് പകരം 3ക്ക് പകരം കെ റേസ് ടു 1 by Y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഈക്വൽ ടു അപ്പുറത്ത് കെ റേസ് ടു മൈനസ് 1 by Z ഉണ്ട്. എ റേസ് ടു Z N ഈക്വൽ ടു എ റേസ് ടു N ഇൻറ്റു എ റേസ് ടു M ഈക്വൽ ടു എ റേസ് ടു N പ്ലസ് M അല്ലേ? ഇവിടെ കെ റേസ് ടു 1 by X ഇൻറ്റു കെ റേസ് ടു 1 by Y എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? കെ റേസ് ടു 1 by X പ്ലസ് 1 by Y എന്ന് പറയുന്നത് കെ റേസ് ടു മൈനസ് 1 by Z. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ഈ പവറിലുള്ള 1 by Xും ഈ കെന്റെ പവറിലുള്ള 1 by Yയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടുന്റെ റൈറ്റ് സൈഡിലുള്ള കെന്റെ പവറിലുള്ള ആൻസർ കിട്ടണം. ദാറ്റ് മീൻസ് 1 by X പ്ലസ് 1 by Y ചെയ്താൽ ശരി എന്താണ് കിട്ടേണ്ടത്? മൈനസ് 1 by Z ആണ് കിട്ടാന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മൈനസ് 1 by Z ഈക്വൽ ടു ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 1 by Z എന്നായി. ഈ മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആയി. ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക? റൈറ്റ് സൈഡിൽ എന്താ ഉണ്ടാവുക? 0 ആണ് ഉണ്ടാവുക. റൈറ്റ് സൈഡിൽ 0 ആണ്. അപ്പൊ 1 by X പ്ലസ് 1 by Y പ്ലസ് 1 by Z എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ് ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? എന്താ ചെയ്തിട്ടുള്ളത്? എന്താണ്? ഇത് 3 കെ ആണെന്ന് അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ 2 എന്ന് പറഞ്ഞാൽ കെ റേസ് ടു 1 by X ആണ്. 3 എന്ന് പറഞ്ഞാൽ കെ റേസ് ടു 1 by Y ആണ്. 6 എന്ന് പറഞ്ഞാൽ കെ റേസ് ടു മൈനസ് 1 by Z ആണ്. ഓക്കെ അല്ലേ? ഇത് ആദ്യം ഐഡന്റിഫൈ ചെയ്തു. 6 എന്ന് പറഞ്ഞാൽ 2 into 3 ആണ്. അപ്പൊ ഈ 2ക്കും 3ക്കും പകരം 2ന്റെയും 3ന്റെയും വാല്യൂകൾ 2ന്റെയും 3ന്റെയും ഈ വാല്യൂകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. 2ന്റെയും 3ന്റെയും വാല്യൂകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ റേസ് ടു എൻ ഇൻറ്റു എ റേസ് ടു എം ഈക്വൽ ടു എ റേസ് ടു എൻ എ പ്ലസ് എൻ അല്ലേ? ഈ രണ്ട് പവറിലുള്ളതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള പവറിലുള്ളത് കിട്ടണ്ടേ? അപ്പൊ ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ എന്താ കിട്ടുക? റൈറ്റ് സൈഡിലുള്ള കെന്റെ പവറിലുള്ള വാല്യൂ ആണ് കിട്ടേണ്ടത്. ഇത് തമ്മിൽ ആഡ് ചെയ്താൽ ഇതാണ് കിട്ടുക. ഓക്കെ അല്ലേ? അപ്പൊ തമ്മിൽ ആഡ് ചെയ്താൽ 1 by X പ്ലസ് 1 by Y ഈക്വൽ ടു മൈനസ് 1 by Z. ആ മൈനസ് ഈക്വൽ ടു ഇങ്ങോട്ട് വന്നാൽ പ്ലസ് 1 by Z. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക? 0 ആണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് ഇൻഡിസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത ലോഗരിതം എന്ന് പറഞ്ഞ ചാപ്റ്റർ നോക്കാം. ഇതുവരെ എടുത്തിട്ടുള്ള നല്ല വൃത്തിക്ക് നോക്കുക, റിവൈസ് ചെയ്ത് നോക്കിക്കൊണ്ടേ ഇരിക്കുക. താങ്ക് യു.